മതമാണു മതമാണു മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴിതാ വിദ്വേഷ പ്രസംഗം നടത്തിയിരിക്കുന്നത് കണ്ടോ. വഹ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ, എല്ലാവരും അള്ളാഹുവിന്റെ കയറിനെ, അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക. അതായത് എല്ലാവരും ലീഗിലേക്ക് ചേർന്നോ, കുഴപ്പമൊന്നുമില്ല. മതം പറഞ്ഞു വോട്ട് നേടാൻ കാസർഗോഡ് വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി ആയിഷത്ത് ഫർസാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇപ്പോ എതിരെ മത്സരിക്കുന്ന ആളെ മുനാഫിഖ്, അതായത് കപടവിശ്വാസി എന്ന് പറഞ്ഞു, ഇവരൊക്കെ വിശ്വാസത്തിന്റെ നടുത്തുണ്ടം കയ്യിലെടുക്കുന്ന ടീമുകളാണെന്ന് മറ്റേ കഴിഞ്ഞ ഇലക്ഷൻ കണ്ടില്ലേ. നിങ്ങൾക്ക് 5 നേരം നമസ്കരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയത് തന്നെ ഭാഗ്യമാണെന്ന് പറഞ്ഞിട്ട് ആയത്തുള്ള അലിക്കും ഇനിയെ ഇവരെങ്ങനെയാ വെള്ള പൂശുന്നത്, മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ടാണ് ആ ദുഷ്ടനെ ഇവര് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അപ്പോ തരാതരം ഇവരുടെ സാഹചര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ ആരോട് എന്ത് പറയണം എന്ന് വളരെ വ്യക്തമായിട്ട് ഇവർക്കറിയാം. ഇപ്പോ ഇസ്രായേലിൽ നിന്ന് വളരെ വെടിപ്പായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലും ശൈലിയിലും ഈ വിഷയത്തെ സംബന്ധിച്ച്, അതായത് കേരളം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന മതാധിപത്യ സമൂഹം, അതല്ലെങ്കിൽ കേരളത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മത തീവ്രവാദത്തെ സംബന്ധിച്ച് റീന സംസാരിക്കുന്നുണ്ട്. ഇവിടെ കോൺഗ്രസ് ഇനിയും അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ ദുരവസ്ഥയെ സംബന്ധിച്ച് പറയേണ്ടതില്ല. അനുഭവസ്ഥരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ഇതുവരെ കമ്മികൾ ഭരിച്ചു മുട്ടിച്ച കേരളത്തിന്റെ അവസ്ഥയും അറിയാം. അപ്പോ ഇനിയും രാജ്യത്തിന്റെ ജനാധിപത്യം കാത്തു സൂക്ഷിക്കാനും മതതീവ്രവാദികൾക്ക് ശക്തമായ രൂപത്തിൽ എതിര് നിൽക്കാനും രാജ്യവിരുദ്ധർക്ക് കൂച്ചുവിലങ്ങിടാനും നമ്മളുടെ സമ്മതിദാന അവകാശമാകുന്ന പൗരാവകാശം ആർക്ക്, എന്തുകൊണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഷലോം, ഞാൻ റീന ഫ്രാൻസിസ് യെരുശലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാട്ടിലൊക്കെ ചൂടാണ്, അതോടൊപ്പം തന്നെ ഇലക്ഷൻ ചൂടാണ്. ഇങ്ങനെ അറിയാം, ഇപ്പം സമയം രാത്രിയിൽ നാട്ടിൽ 8:45, 9:45, 10:45, 11:15. ഓക്കെ, 11:15 ആയിട്ടുണ്ട് അല്ലേ നിങ്ങളുടെ നാട്ടിൽ. ഞങ്ങളുടെ ഇവിടുത്തെ ടൈം ചേഞ്ചായി. അപ്പം വീണ്ടും പഴയതുപോലെ ഇപ്പം നമ്മളും നിങ്ങളും തമ്മിൽ 2.5 മണിക്കൂറിൻ്റെ വ്യത്യാസമാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ടൈം ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് ആ 3.5 മണിക്കൂറിൻ്റെ ഗ്യാപ്പൊക്കെ എങ്ങ് മാറി. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കംഫർട്ടബിളായ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ആ ഒരു കറക്റ്റ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റുന്നതായിരിക്കും. എനിവേ, ഞാൻ ഇന്ന് ഈ ലൈവ് വരാൻ പ്രത്യേക കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മാമാപ്പാണി ചെയ്യുന്ന മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിന്റെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ്. കാരണം നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളും നടക്കുന്ന കാര്യങ്ങളുടെ ആ ഒരു എന്താ പറയുന്ന നിജസ്ഥിതിയും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഈ കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളായിരിക്കുമ്പോൾ, ഒന്നാതെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷന്റെ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, ഇലക്ഷൻ കാര്യത്തിനകത്ത് എന്താ നമ്മൾ കൂടുതൽ അതിനകത്ത് ശ്രദ്ധ ചെലുത്തുന്നത്, എന്തിനാ നമ്മളുടെ അതിനകത്തൊക്കെ ഇടപെടുന്നതെന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മൊത്തത്തിൽ ഒരു സമൂഹത്തിന് തന്നെ ഉണ്ടാകാൻ പോകുന്ന നന്മയും തിന്മയും ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ് ഇലക്ഷൻ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഒരു നല്ല കാര്യങ്ങൾ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തതയും മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വ ബോധം എന്നിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ചിലർക്കത് കേട്ടാൽ മനസ്സിലാകും, ചിലർക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതിൽ നന്മയും തിന്മയും ഉണ്ട്. അപ്പോൾ ഈ എന്താ പറയുന്ന പൊളിറ്റിക് എന്ന് പറയുന്നത് കേവലം ഒരു പൊളിറ്റിക്കായിട്ട് നിങ്ങൾ കാണരുത്. കാരണം നിങ്ങളുടെ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തിട്ട് നിങ്ങളെ സേവിക്കുന്ന സേവകന്മാരായി വരുന്നവർ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു വരുന്ന കാലഘട്ടവും കൂടിയാണ് ഇന്നത്തെ നിയമവും നിയമ സംവിധാനങ്ങൾ എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊള്ളും നിങ്ങൾ. അതുകൊണ്ട് അതിനകത്തുള്ള നന്മയും തിന്മയും തിരിച്ചറിയേണ്ട ഉത്തരവാദിത്വ ബോധം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചും ഈ വിഷയത്തെക്കുറിച്ച് ഈ സമയങ്ങളിലൊക്കെ ഇത് സംസാരിക്കുന്നത്. ഞാൻ പല സമയങ്ങളിലായിട്ട് ഇലക്ഷന്റെ ടൈമിൽ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ ഇന്ന് മറുനാടൻ മലയാളി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ചെയ്യുന്ന മാമാപ്പണി എന്ന് പറയുന്നതിനെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ പ്രിയ സഹോദരങ്ങളെ, പൊതുവെ ഈ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന
സാബിർ കാസർകോട്, നിനക്ക് എന്ത് ഇലക്ഷൻ? നീ അവിടുന്ന് മിണ്ടാതെ നിന്റെ കാര്യങ്ങൾ നോക്ക്. സാബിർ കാസർകോട്, നീ തിരക്കണ്ട, ഞാൻ ഇലക്ഷന്റെ കാര്യം പറയണോ വേണ്ടോ എന്ന് പറഞ്ഞിട്ട്. പറഞ്ഞ മനസ്സിലായോ? സാബിർ കാസർകോട്, നിന്റെ കുത്തകയൊന്നും അല്ലല്ലോ. നീ കാസർഗോഡ് ഇരുന്നുകൊണ്ട് നീ ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ചും നീ ഇന്ത്യയെക്കുറിച്ചും അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ചും സാബിർ കാസർഗോഡ് എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഞാൻ ഇന്ത്യൻ പൗരയാ. പറഞ്ഞ മനസ്സിലായോ? നിനക്കുള്ളതിനേക്കാളും അവകാശം എനിക്കുണ്ട്. പറഞ്ഞ മനസ്സിലായി? എവിടെ കിട്ടിയോ നിനക്ക്? നിനക്ക് ഇപ്പോഴും നിന്റെയൊക്കെ കൂറ് ഇറാനകത്തും പാകിസ്ഥാനിനകത്തും, നിന്റെയൊക്കെ കൂറ് നാട്ടിലാണെങ്കിൽ പോലും നിന്റെയൊക്കെ കൂറും നിന്റെയൊക്കെ മനസ്സും ഇറാനിലും പാകിസ്ഥാനിലും പാലസ്തീനിലും നിന്റെ അറബ് രാജ്യങ്ങളിലും മാത്രമാണ് നീയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ മുടിക്കാൻ എന്തൊക്കെ പദ്ധതി തയ്യാറാക്കാം, ഏതൊക്കെ തീവ്രവാദികളുടെ കൂടെ ഒത്താശ നിന്നുകൊണ്ട് നിനക്കൊക്കെ ഇന്ത്യയൊക്കെ നശിപ്പിക്കാം എന്ന് പറഞ്ഞ് പദ്ധതി തയ്യാറാക്കുന്നവന്മാരൊക്കെ അല്ലേ നീയൊക്കെ. അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കാതെ വണ്ടി വിടാൻ നോക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? എനിക്കറിയാം എന്ത് സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം, എന്ത് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഈ മാമാ പ്രവർത്തനം നടത്തുന്ന, മാമാ പണി ചെയ്യുന്ന ഈ ഷാജസ്കറിയ എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ എപ്പോഴും കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തനാണ്. ഈ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം പ്രിയ സഹോദരങ്ങൾ, ഇവനൊക്കെ പച്ചയ്ക്ക് അറിയാം, ഈ വൃത്തികെട്ടവനെ അറിയാം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ജമായത്ത് ഇസ്ലാമിയുടെ SDP-യുടെയും ജമായത്ത് ഇസ്ലാമിനെയൊക്കെ കൂടെ നിർത്തിയിട്ടാണ് ജയിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ വൃത്തികെട്ട പരിപാടികളും ഏഴാംകിട പരിപാടികളും ഇവന്മാർ നടത്തുന്നുണ്ടെന്നുള്ള എല്ലാം ഈ ഷാജൻസ്കറിയ എന്ന് പറയുന്ന വൃത്തികെട്ടവനറിയാം. അറിഞ്ഞു വെച്ചിട്ട് പോലും അവനെ സംബന്ധിച്ചിടത്തോളം പോലും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം സിയാദ് മൊറോട്ടിക്കൽ, എടാ നായിന്റെ മോനെ, രണ്ട് പെഗിന്റെ ബലത്തിൽ സംസാരിക്കാൻ നിന്റെ ഭാര്യയായിരിക്കും അല്ലെങ്കിൽ നിന്റെ അമ്മയായിരിക്കും. ഉമ്മയുണ്ടല്ലോ, നിന്നെ പ്രസവിച്ചിട്ട ഒരു വേശ്യ ഉണ്ടല്ലോ, അവളായിരിക്കും രണ്ട് ബെഗ് അടിച്ചുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കുന്നത്. നീ നിനക്കുള്ള ക്രിസ്ത്യാനികളെ നീ കൂട്ടുപിടിക്കണ്ട. നിനക്കെങ്ങനെയാ ക്രിസ്ത്യാനി കൂട്ടുകാരാ വരുന്നത്? സിയാദ് മറോട്ടിക്കൽ, ക്രിസ്ത്യാനികൾ നിനക്ക് എങ്ങനെയാ കൂട്ടുകാരുണ്ടാകുന്നേ? നിന്റെ തൂറാന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികളെയും യഹൂദനെയും നിങ്ങൾ ആത്മമിത്രമാക്കരുതെന്ന് എഴുതി വെക്കുമ്പം നീ അവരുടെ കൂടെ ആത്മമിത്രമായിട്ട് നീ കൂടെ പോകുന്നുണ്ടെങ്കിൽ നീ അവരെ ചതിക്കാൻ പോകുന്നതല്ലേ എന്നെ അർത്ഥം? നിന്റെ പുസ്തകത്തോട്. അപ്പൊ നീ പറയണം എനിക്കൊരു പുസ്തകത്തോട് ഒരു ബന്ധവുമില്ല എന്ന് പറയടാ നായിന്റെ മോനെ സിയാദ് മറോട്ടിക്കലെ. നിന്റെ തൂറാന്റെ പുസ്തകത്തുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. തൂറാന്റെ പുസ്തകം ഞാൻ വലിച്ചു കീറിയിട്ടിരിക്കുക. ആ പുസ്തകം ആരുണ്ടാക്കിയ പുസ്തകം എന്ന് നീ പറഞ്ഞിട്ട് വേണം നീ ക്രിസ്ത്യാനി കുറെ കൂട്ടുകാരുണ്ടെന്ന് നീ പറയാനായിട്ട്. അല്ല നിന്റെ തൂറാന്റെ പുസ്തകത്തെയും നെഞ്ചത്ത് കയറ്റിയിട്ട് ക്രിസ്ത്യാനികളെ നീ കൂട്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരെ ചതിക്കാനും അവരെ കാലുവാരാനും അവർക്കിട്ട് പണി കൊടുക്കാനും അവരെ കൂടെ നിർത്തിയിരിക്കുന്നതിനെ അർത്ഥം. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് നിന്റെ ഉമ്മ ബെഗടിച്ചിട്ട് വല്ലവന്റെയും കൂടെ കിടന്നുറങ്ങുന്ന കഥയെക്കുറിച്ച് നീ ഇവിടെ വന്ന് പറയരുത്. പറഞ്ഞ മനസ്സിലായോ? എന്റെ ഉമ്മയുടെ കഥ വന്ന് ഇവിടെ ഒന്ന് പറയുക. ക്രിസ്ത്യാനികൾ കൂട്ടുകാരെന്ന്, തുലുക്കന്മാർക്ക് ക്രിസ്ത്യാനികൾ എങ്ങനെയാ കൂട്ടുകാരുണ്ടാക്കുന്നേ? നിന്റെ തൂറാന്റെ പുസ്തകം പറയുന്നത് അങ്ങനെയല്ലല്ലോ. യഹൂദനെയും ക്രിസ്ത്യാനികളെയും ആത്മമിത്രമാക്കരുത്, അവരെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാനും അവരോട് കർക്കശമായി പെരുമാറണമെന്നും അവരോട് സലാം പോലും പറയരുതെന്നാ പറഞ്ഞിരിക്കുന്നത് എന്റെ തൂറാന്റെ പുസ്തകം. എന്നാ നീ പിന്നെ അതുകൊണ്ട് തീട്ടത്തിൽ കൊണ്ട് കക്കൂസി കൊണ്ട് ഫ്ലഷ് ചെയ്തിട്ട് വന്നിട്ട് പറയാം എനിക്ക് കുറെ ക്രിസ്ത്യാനി കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങ് ക്രിസ്ത്യാനി കൂട്ടുകാരുടെ കൂടെ മതേതരത്വം അങ്ങ് പറയാൻ വേണ്ടി അങ്ങ് ഇറങ്ങിയിരിക്കുക. കുറെ കേരളത്തിൽ പറയാൻ മനസ്സിലായോ? സിയാദ് മറോട്ടിക്കലേ, നീ പോയി മാറിയിരുന്ന് ഒട്ടിയിര്, അവിടെ പോയിരുന്നിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കുക കേരളത്തിൽ മതേതരത്വം പറയാൻ വേണ്ടിയിട്ട്. ഈ ക്രിസ്ത്യാനികളായിട്ടുള്ളവരാണെങ്കിൽ പോലും ഈ ഈ കോൺഗ്രസിൽ കിടക്കുന്ന വൃത്തികെട്ട വർഗങ്ങളാണെങ്കിലും കമ്മ്യൂണിസ്റ്റിൽ കിടക്കുന്ന വർഗങ്ങളാണെങ്കിലും ഇവറ്റുങ്ങളെല്ലാം തന്നെ മനഃപൂർവ്വം
ഇന്ത്യയെ കൊലയ്ക്ക് കൊടുക്കുവാനും ഇന്ത്യയിലുള്ള സകല പാവപ്പെട്ടവരെയും എന്താ പറയുന്ന ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി ഒറ്റുകൊടുക്കാനും വേണ്ടി ഇറങ്ങിയിരിക്കുന്നവരാ. ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഷാജസ്കറിയ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ നല്ല വൃത്തിയാണ് അറിയാം. ഈ ജമായത്ത് ഇസ്ലാമിന്റെയും സുഡാപ്പികളുടെയും SDP-യുടെയും എന്താ പറയുന്ന പിൻബലത്തിലാണ് ആര് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും വിജയം ഉറപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നതെന്ന് നല്ല വൃത്തിയാണെന്ന് അറിയാം. അവർക്ക് വേണ്ടി ഇപ്പോഴും കുഴലോതി കൊടുത്തുകൊണ്ട് മാമാപ്പണി ചെയ്തുകൊണ്ടിരിക്കുക, മാധ്യമ പ്രവർത്തനം എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട്. ആര്? ഈ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ് വിട്ടുകെട്ടവൻ. കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്, ഷോൺ ജോർജിനും ഇവൻ അവസാന നിമിഷം കാലുവാരിക്കൊണ്ടാണ് ഇവൻ വാർത്ത ചെയ്യുന്നത്. ഷോൺ ജോർജും PC ജോർജും അവരുടെ ഭാവി, അവരുടെ രാഷ്ട്രീയത്തിനകത്ത് അവർക്ക് ഇത് കിട്ടത്തില്ല, വോട്ട് കിട്ടത്തില്ല. ക്രിസ്ത്യാനികൾ FCRA നിയമം വന്നതിന്റെ പേരിൽ അവർ തഴഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനങ്ങ് ഇളക്കി സ്ക്രൂ പിരിക്കി വിടുക വോട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാമാപ്പണിയാ ആര് ചെയ്യുന്നത്? ഈ വൃത്തികെട്ടവൻ ചെയ്യുന്നത്. റിച്ചു എറണാകുളം, ക്രിസ്ത്യാനികളുടെ മൊത്ത കാര്യം നീയാണോ തീരുമാനിക്കുന്നത്? എടാ നായിന്റെ മോനെ, നിന്റെ കാര്യം തീരുമാനിക്കാൻ ഞാൻ ഇവിടെ വന്നിട്ടില്ലടാ പട്ടി. റിച്ചു എറണാകുളം, നീ വിവരം കെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ക്രിസ്ത്യാനികളെല്ലാം വിവരം കെട്ടവരായിട്ടിരിക്കണോ നിർബന്ധമുണ്ടോ? ഞാൻ ചോദിക്കുവാ, നീ വിവരം കെട്ടവനും മരപ്പൊട്ടനുമാണെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം വിവരം കെട്ടവരും മരപ്പൊട്ടവരായിരിക്കുവോ? ക്രിസ്ത്യാനികളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയില്ല. കൊണ്ടുപഠിച്ചാൽ നീയൊക്കെ അറിയും നായിന്റെ മക്കളെ. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുമെന്ന് പറയുന്ന കണക്ക് നിന്റെയൊക്കെ അടിനാവി കിട്ട അവമാനമുണ്ടല്ലോ, ചവിട്ടുമ്പോ നീയൊക്കെ പഠിച്ചോളും. നിന്റെയൊക്കെ കോതത്തിനകത്തോട്ട് ഇവിടുത്തെ മിസൈൽ കയറ്റി അടിക്കുമ്പോൾ നീയൊക്കെ പഠിച്ചോളും. അതുവരെയ്ക്കും നീ ഒന്നും പഠിക്കണ്ട. പോയി അവന്മാർക്ക് പോയി വെളിച്ചെണ്ണയുമായിട്ട് പോയി കുനിഞ്ഞിന്ന് കൊടുക്ക്. പറഞ്ഞ മനസ്സിലായോ? പോയി നിന്ന് അവന്മാർക്ക് പോയി കുനിഞ്ഞിന്ന് കൊടുക്ക്. ചെല്ല്. റിച്ചു ക്രിസ്ത്യാനിയുടെ പേരിൽ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഫേക്ക് ഐഡികളുമായിട്ട് വന്നിട്ട്. സക്കീർ M, ഉമ്മാക്കാണോ മിസൈൽ വേണ്ടത്? അത് ഇറാനോട് ചോദിച്ചാൽ മതി, അവര് തന്നോളൂ. സക്കീർ M, നിന്റെ ഉമ്മാക്ക് മിസൈൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഇറാനോട് ചോദിച്ചാൽ ഇറാൻ തന്നോളൂ. പറഞ്ഞ മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ അവസാന സമയങ്ങളില് ഈ മാമാപ്പണി ചെയ്യുന്നവന്മാരെ എല്ലാം നിങ്ങളൊന്ന് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലതാ പ്രിയ സഹോദരങ്ങളെ. കാരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതി എന്ന് പറയുന്നത്, ഈ കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുക്കണ്ട. കുഞ്ഞു പാവകളൊന്നും അല്ല നമ്മുടെ നാട്ടിൽ താമസിക്കുന്നവര്. നമ്മുടെ നാട്ടിലല്ല ഈ താമസിക്കുന്നവരെല്ലാം കുഞ്ഞു പാവകളല്ല. പാൽക്കുപ്പി വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ചൂമ്പി കുടിക്കുന്ന ആൾക്കാരല്ല നമ്മുടെ നാട്ടിലുള്ളതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ടാ എല്ലാവരോടും ഞാൻ പറയുന്നത്, ഈ കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ, കമ്മ്യൂണിസ്റ്റ് വന്നാൽ പോലും ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും? നാട് കുട്ടിച്ചോറാകും. ഈ തീവ്രവാദികൾക്ക് വളരെ എളുപ്പത്തിൽ നുഴഞ്ഞു കയറി എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തിക്കൊണ്ട് നമ്മുടെ മേൽ അധികാരം കൈകടത്തിക്കൊണ്ട് ഇതിനെ വേഗത്തിൽ ഒരു തീവ്രവാദ രാജ്യമാക്കി മാറ്റാൻ, കേരളത്തെ വേഗത്തിൽ തന്നെ അവർക്ക് മലബാറിനെ അവർക്കൊരു സംസ്ഥാനമാക്കാൻ പറ്റും. മലബാറിനെ തിരിച്ചൊരു ജില്ല അതിനെ ഒരു സംസ്ഥാനമാക്കി അതിൻ പ്രകാരം ഒരു രാജ്യമുണ്ടാക്കി അങ്ങനെ പല രീതിയിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കേരളത്തെ നശിപ്പിക്കാനായിട്ട് പറ്റും. അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് മറുനാടൻ മലയാളി എന്ന് പറയുന്ന മാധ്യമം. അവന്റെ സർവേ കേട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും UDF തരംഗം പോലെ അവൻ സർവേ ഇട്ട് തള്ളിമറിക്കുന്നത്. BJPക്ക് വോട്ടൊന്നും കിട്ടത്തില്ല എന്നുള്ള അർത്ഥത്തില്ല അവന്റെയൊക്കെ സർവേ. അത് മാത്രമല്ല, അവൻ അവസാന നിമിഷം ഷോൺ ജോർജിനെയും PC ജോർജിനെയും തോൽപ്പിക്കാൻ എന്ത് പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി കൊടുക്കുക ജനങ്ങളുടെ ഇടയിൽ. FCR നിയമം കാരണം, FCR നിയമത്തിന് സാധാരണപ്പെട്ട ക്രിസ്ത്യാനിക്ക് എന്താ ബന്ധം? ക്രിസ്ത്യാനികൾക്ക് എല്ലാവരുടെ വീടുകളിലും FCR അക്കൗണ്ട് വെച്ചോണ്ടിരിക്കുവാണോ? വോട്ടിടുന്ന ക്രിസ്ത്യാനികളെല്ലാം FCR അക്കൗണ്ട് വെച്ചോണ്ടിരിക്കുവാണോ ചെയ്യുന്നേ? വോട്ടിടുന്ന ക്രിസ്ത്യാനിയുടെ കയ്യിൽ FCR അക്കൗണ്ട് അല്ലല്ലോ ഇരിക്കുന്നേ. അച്ഛന്മാരുടെ കയ്യിലും പുരോഹിതന്മാരുടെ കയ്യിലും രാഷ്ട്രീയം
ചാരിറ്റി ട്രസ്റ്റ് എന്നുള്ള പേരും കുറഞ്ഞുകൊണ്ട് കുറെ FCR അക്കൗണ്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. അത് നേരാവണ്ണം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് പിരിക്കുന്നത് അതേപടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ FCR നിയമത്തെ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ പേടിക്കണം? എനിക്കതാ മനസ്സിലാകാത്ത. എന്തുകൊണ്ടാണ് FCRA നിയമം ക്രിസ്ത്യാനികൾക്ക്, ന്യൂനപക്ഷങ്ങൾക്ക്, അതും പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾക്ക് മാത്രം? കേരളത്തിൽ വേറെ ന്യൂനപക്ഷങ്ങളൊന്നും ഇല്ലേ? തുലുക്കൻ കരയുന്നില്ലല്ലോ. തുലുക്കനുണ്ടല്ലോ ശരിക്കും. എന്നിട്ട് തുലുക്കന് കരച്ചിലില്ല. അപ്പൊ അറിയാം, തുലുക്കൻ കരഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കും ഏതൊക്കെ തുലുക്കന്മാരുടെ അക്കൗണ്ട് വഴിക്കാ ഈ കള്ളപ്പണം ഒഴുകുന്നതെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് അവൻ കരയുന്നില്ല. അവൻ ക്രിസ്ത്യാനികളെ വെച്ചിരുന്ന് കരയിപ്പിക്കുക. അതിന് കൂട്ടു നിൽക്കുക മാമാ മാധ്യമം മറുനാടൻ മലയാളി. എന്നിട്ട് ഷോൺ ജോർജിനെയും PC ജോർജിനെയും എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ അവസാന നിമിഷം കാലുവാരിക്കാൻ വേണ്ടിയിട്ട് തിരുവല്ലയിലുള്ള ജനങ്ങൾക്ക് കുത്തുതിരിപ്പുണ്ടാക്കി കൊടുക്കുക. പാലായിലുള്ള ജനങ്ങൾക്ക് എന്തുവാ ഇങ്ങനെ അവർ പോലും ചിന്തിക്കാത്ത കാര്യമാണ് ഇവൻ പറഞ്ഞു കൊടുത്ത് അവരെ എന്ത് ചെയ്തത്? കുത്തിത്തിരിപ്പിച്ചിട്ട് ആ എഗെയിൻസ്റ്റ് ആയിട്ട് ചിന്തിപ്പിക്കാൻ വെക്കുക. ഇവന്റെയൊക്കെ വൃത്തികെട്ട മാമാപ്പണി, കോൺഗ്രസിന് വേണ്ടി ചെയ്യുന്ന മാമാപ്പണി. സുഡാപ്പികൾക്ക് വേണ്ടിയിട്ട് കുഴലൂതി കൊടുക്കുന്നവന്മാരാണ് ഇവന്മാര്. ആര്? ഈ കോൺഗ്രസ് പാർട്ടിക്കാര്. അവര് ജമായത്ത് ഇസ്ലാമിന്റെ മഞ്ചേശ്വരത്ത് SDP വോട്ട് മറയ്ക്കാൻ നോക്കുന്നു. മറ്റു ജില്ലകളിലും പല ജില്ലകളിലും SDP വോട്ട് മറിച്ചുകൊണ്ട് ജയിക്കാൻ നോക്കുന്നു. പിന്നെ എന്തുവാ ജമായത്ത് ഇസ്ലാമിന്റെ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു തന്നെ ജമായത്ത് ഇസ്ലാമിന്റെ വോട്ട് മേടിക്കുന്നു. ഇങ്ങനെ ഇവരെല്ലാം മുസ്ലിം തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചിട്ട് ഭരണത്തിൽ കയറാൻ നോക്കുക. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഈ മുസ്ലിം തീവ്രവാദ സംഘടനകൾ പറയുന്നത് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും ഭരണത്തിൽ ഇരുന്നു കൊണ്ട്. അപ്പോൾ അവർ പറയുന്നത് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ന്യൂനപക്ഷങ്ങൾക്ക്, മറ്റുള്ള മതത്തിൽപ്പെട്ടവർക്ക്, കാരണം മതം തലയ്ക്ക് പിടിച്ച് മതമാണ് മതമാണ് മതമാണ്. പിന്നെ തൃശ്ശൂരിൽ ഗുരുവായൂരിൽ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം പറയുന്ന ഇവിടെ ഒരു ഹിന്ദു ഒരു സ്ഥാനാർത്ഥി MLA വരണം. കാരണം ഗുരുവായൂരില് ആ കാലം മുതൽ ഈ കാലം വരെ ഗുരുവായൂരിൽ ആ കാലം മുതൽ ഈ കാലം വരെ എന്ത് ചെയ്യുക? ആര് താമസിക്കുക? ഹിന്ദുക്കൾ താമസിക്കുന്ന ആ ഏരിയക്കകത്ത് മുസ്ലിം MLA ഉള്ളൂ. അത് കോൺഗ്രസിന്റെ MLA ആണെങ്കിലും ശരി, അത് കമ്മ്യൂണിസ്റ്റിന്റെ MLA ആണെങ്കിലും ശരി, അത് മുസ്ലിം MLA അവിടെ നിൽക്കുന്നുള്ളൂ, അവരെ ജയിക്കുന്നുള്ളൂ. അത് മനഃപൂർവ്വം അവിടെ വെക്കുന്നതാണോ എന്നൊരു സംശയം. രണ്ടു കൂട്ടരും അവരെ വെക്കുന്നുള്ളൂ. വേറെ ആരും ഒരു ഹിന്ദുവിനെയോ ഒരു ക്രിസ്ത്യാനിയോ ഒന്നും അവിടെ വെക്കത്തില്ല. അപ്പോൾ അത് ഗോപാലകൃഷ്ണൻ എന്ത് ചെയ്തു? ചൂണ്ടിക്കാണിച്ചു. മനസ്സിലായോ? ഗോപാലകൃഷ്ണൻ അത് ചൂണ്ടിക്കാണിച്ചു. ആ കാലം മുതൽ ഈ കാലം വരെയും എന്ത് ചെയ്യുക? ഇവിടെ ഒരു ഹിന്ദു നേതാവ് ഇവിടെ ഇല്ല, ഒരു MLA ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പം എല്ലാ മതേതര മാപ്രകളും ഇറങ്ങിയിട്ട് വന്നിട്ട് ഇതൊരു വർഗീയ പ്രസ്താവനയല്ലേ, ഇതൊരു വർഗീയ അപ്പൊ ഗോപാലകൃഷ്ണൻ ചോദിച്ച ചോദ്യം ന്യായമല്ലേ? നിങ്ങൾ മലപ്പുറത്ത് പോയി ചോദിക്കുക ഈ ചോദ്യം. മലപ്പുറത്ത് ഈ ചോദ്യം എന്താ ചോദിക്കാത്ത? മലപ്പുറത്ത് നിങ്ങൾ എന്താ ആവശ്യപ്പെടാത്ത? അവർ മലപ്പുറത്ത് ഈ മുസ്ലിങ്ങളായിട്ടുള്ള മനുഷ്യരില്ലേ? മലപ്പുറത്ത് ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരില്ലേ? അപ്പം അവിടെ നിങ്ങൾ സ്ഥിരമായിട്ട് മുസ്ലിം കാൻഡിഡേറ്റിനെ മാത്രമാണ് മലപ്പുറത്ത് നിങ്ങൾ വെക്കുന്നത്. എന്തേ അവിടെ പോയി ചോദിക്കാത്ത എന്ന് ചോദിച്ചാൽ മാപ്രകൾക്ക് ഒരു ഉത്തരവുമില്ല, മാപ്രകൾക്ക് കരച്ചില്ല. അപ്പോൾ SDP ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ വള്ളി നിക്കറ്, കോയമാര് ചെയ്തപ്പം, മേത്തന്മാര് ചെയ്തപ്പം ഡ്രൗസർ. എങ്ങനെയുണ്ട് രസം? ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയ സഹോദരങ്ങളെ. കോയമാര് ചെയ്തപ്പം ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോഴത്തേക്കും വള്ളി നിക്കറുമായി. കോയമാര് ചെയ്തപ്പോഴും എന്തായി മാറി? അത് മതേതരത്വവുമായി. ഇതാണ് വ്യത്യാസം. നമ്മുടെ നാട് നശിച്ചതിന്റെ വ്യത്യാസം കണ്ടോ? ഒരു കൂട്ടർക്ക് മാത്രമേ സംസാരിക്കാൻ അധികാരമുള്ളൂ, ഒരു കൂട്ടർക്ക് മാത്രമേ എന്തും പറയാൻ അധികാരമുള്ളൂ. ഒരു കൂട്ടർ എന്തു പറഞ്ഞാലും എന്ത് സംസാരിച്ചാലും അത് പുറം ലോകത്തിലുള്ളവർ മിണ്ടാതെ പോയിക്കൊള്ളണം. അതേ സംഭവം തന്നെ അതൊരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ വായിൽ നിന്നും പുറത്തേക്ക് വരികയാണെങ്കിൽ പിന്നെ കോളിളക്കം, അത് കത്തിക്കും ആ നാട്. പിന്നെ അത് വിഷയം ഭയങ്കരമായിട്ട് എടുത്തിട്ട് അത് നാടിനെ അങ്ങ് കത്തിക്കുക ചെയ്യുന്നത്. പിന്നീട് ആ ഒരു വിഷയത്തെ എടുത്ത് മുറുകെ പിടിച്ചുകൊണ്ട്
കെ എം ഷാജി പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? മതമാണ് 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 ഞങ്ങൾക്ക്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ബിനു കള്ളുക ഡെവിൾ, ബിനു കള്ളുക ഡെവിൾ എന്തുവാ നീ എഴുതിയിരിക്കുന്നത്? എടി ഡാഷ് മോളെ നീ BJPക്ക് സിംഗപ്പൂർ മോളെ നീ BJPക്ക് ഊതി കൊടുക്ക്. നിന്റെ ഭാര്യയെ കൊണ്ടുപോയിട്ട് നീ ഒരു കാര്യം ചെയ്യ, കോയമാരുടെ കൊതത്തിന് ഊതി കൊടുക്കടാ നായിന്റെ മോനെ. ബിനു കുള്ളക്കടവിൽ നിന്റെ ഫോട്ടോയിലൂടെ കൂടെ പ്രൊഫൈൽ ഇരിക്കുന്നുണ്ടല്ലോ ഒരുത്തി, അവളെ കൊണ്ടുപോയിട്ട് നീ കോയമാരുടെ കൊതത്തിനകത്തോണ്ട് അവിടെ വായുണ്ടെങ്കിൽ വെച്ച് കൊടുത്ത് ഊതി കൊടുക്ക്. ചെല്ല് കഴിവേറി മോനെ. എന്റെ അടുത്തൊന്ന് സംസാരിച്ചാലുണ്ടല്ലോ അടിക്കകത്തോണ്ടല്ലോ നിന്റെ ഭാര്യയുടെ കൊതം പൊട്ടിത്തെറിക്കും. നിന്റെയും നിന്റെ അമ്മയുടെയും ഭാര്യയുടെ ഒക്കെ കൊതം പറഞ്ഞാൽ മനസ്സിലാടെ കഴിവറടാ മോനെ. പിന്നെ കുള്ളക്ക ഡേവിൾ ഭാര്യയുടെ കൊതം കൊണ്ടുപോയി കൊടുത്തു വെച്ചിരിക്കുക കോയമാർക്ക്. അവൻ വെളിച്ചെണ്ണയുമായിട്ട് ഫ്രീ ആയിട്ട് കൊണ്ട്, എന്നിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുക എന്നെ പറയാനായിട്ട്. അതിന്റെ മോനെ സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിക്കണം. എന്റെ പേജിൽ വന്നിട്ട് നിന്റെ പ്രൊഫൈലിൽ ഇരിക്കുന്നവളുടെ പറവടി കഥ ഇവിടെ ഒന്നും പറയരുത്. അവൾ വെടിവെച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ വെടിവെച്ച ആ കഥ കൊണ്ടുപോയി നീ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ മതി. ആ കഥ ഇങ്ങോട്ട് പറയാൻ വേണ്ടി വരരുത് കേട്ടാ. വെച്ച് കാലേവാരി അടിക്കുന്ന അടിയിലുണ്ടല്ലോ, പിന്നെ കൊതം പൊളിഞ്ഞു കിടക്കും ഭാര്യ. പിന്നെ എന്റെ ഭാര്യയുടെ കൊതം പൊളിഞ്ഞു പോയേന്ന് പറഞ്ഞ് പിന്നെ കരയേണ്ടി വരുന്നു ഇവിടെ വന്നിട്ട്. നായിന്റെ മോനെ, നീ അടുത്ത വന്ന് സംസാരിക്കുന്നേ? നിന്റെ വിചാരം എന്താ? ഇവിടെ ലൈവ് ചെയ്യാൻ വന്നിരിക്കുന്ന എന്റെ അടുത്ത് വന്നിട്ട് നീ തോന്നിവാസം പറഞ്ഞിട്ട് നിനക്ക് ധൈര്യമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാന്നോ ഈ പേജിൽ നിന്ന്? എടാ ചേറ്റേ, സൂക്ഷിച്ചും കണ്ട് ലൈവിൽ കമന്റ് വന്നിടണം. നിന്റെ തോന്നിവാസം നിന്റെ ഭാര്യ അടുത്ത് പറയുന്ന കണക്ക്, നിന്റെ അമ്മയടുത്ത് പറയുന്ന കണക്ക്, കള്ളവെടി നടത്തുന്ന നിന്റെ അമ്മയടുത്തും ഭാര്യയടുത്തും പറയുന്ന കണക്കുള്ള സംസാര ഭാഷയൊന്നും എന്റെ അടുത്ത് വന്ന് ലൈവിൽ വന്ന് സംസാരിച്ചു പോരുത്. എന്റെ മുഖത്ത് നോക്കി നീയൊക്കെ സംസാരിക്കരുത്. ഞാൻ കൂടി പറഞ്ഞേക്കുവാ. എന്നെ നിനക്കൊക്കെ തെറി പറയാണമെങ്കിലും അവിടെ പണെങ്കിലും എവിടെയെങ്കിലും പോയി കിടന്ന് നീയൊക്കെ പ്രാന്തന്മാര് പറയുന്ന കണക്ക് പറഞ്ഞ് നടക്കുന്നതിനകത്തൊന്നും അല്ല എനിക്ക് വിഷയം. പക്ഷെ എന്റെ മുഖത്ത് നോക്കി ഞാൻ ലൈവിൽ ഇരിക്കുമ്പോൾ നീയൊക്കെ എഴുതാൻ വിധി ഉണ്ടെങ്കിൽ ഒടിക്കുന്ന അടി ഞാൻ തിരിച്ചു തരുന്നത് വേറെ ആയിരിക്കും. വാങ്ങിച്ചിട്ട് പിന്നെ പോയി കിടന്ന് കരയേണ്ടി വരും. ചേറ്റേ, എന്റെയൊക്കെ വിചാരം ലൈവിൽ വന്നിരുന്നിട്ട് എന്ത് തോന്നിവാസം പറഞ്ഞിട്ട് പോകാം, ബാക്കിയുള്ള പെണ്ണുങ്ങൾ മിണ്ടാതിരുന്ന് കേട്ടോണ്ടിരിക്കണമെന്നോ? അത് നിന്റെ കയ്യിലങ്ങ് വെച്ചേച്ചാ മതി. BJPക്ക് നിന്നെ നോട്ടായിട്ട് വെച്ചിട്ടുണ്ട് BJPക്കാര്. നാളെ കാലത്ത് ജയിക്കൂടാ, BJP വരും. നിനക്ക് BJP കാണും ഇപ്പഴിത്ര ചൊറിച്ചിലെന്താ? അവര് വന്നോ നിന്നെ ചൊറിയാൻ, നിന്റെ ഭാര്യയെ ചൊറിയാനായിട്ട്? BJP കേൾക്കുമ്പോൾ ഇത്ര ചൊറിയാൻ മാത്രം? കോയമാരോട് ഭയങ്കര സ്നേഹമാ. ബിലാലെ സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് ഒന്ന് വാ, തന്തയ്ക്ക് പറഞ്ഞവനായിട്ടൊക്കെ വന്ന് കമന്റ് ഇട്. അല്ലാതെ നീ വന്ന് തന്തയ്ക്ക് പറക്കാത്തന്റെ രീതിയിൽ കള്ളവടിയിലുണ്ടായ രീതിയിൽ വളഞ്ഞു കുത്തി ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി വന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ അടുത്ത് വന്നിട്ട് പൊക്കിയെടുത്ത് ദൂരെ എറിയും. കൃഷ്ണപ്രസാദ് BJP കൃഷ്ണപ്രസാദേ, ബിനു എന്റെ പേര് കള്ളുക ഡെവിൾ. അവൻ കള്ളുക ഡെവിൾ തന്നെയാ അവൻ. BJP എന്ന് പറഞ്ഞ അവന് ചൊറിയാണ് പോലും. അവന് ചൊറി, അവന്റെ ചൊറിച്ചിൽ അവന്റെ കയ്യിൽ വെച്ചിരുന്നാ മതി. അല്ല, ഇവന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പറയേണ്ടവരടുത്ത് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. ഇതുപോലെ വിഡ്ഢികളായ അടിമക്കണ്ണന്മാരായിട്ട് ഇതുപോലെ കോയമാരുടെ മുമ്പിൽ കുനിഞ്ഞുകൊണ്ട് കൊടുത്ത് നിൽക്കുന്നവന്മാരടുത്ത് അല്ലല്ലോ പറയുന്നേ, അടിമക്കണ്ണന്മാരടുത്തല്ലേ. മുസ്ലിം ലീഗിന്റെ നേതാവ് ആരുമായിട്ടാ ബന്ധം? കോൺഗ്രസുമായിട്ടാ ഇവര് അടുപ്പം. ഇവർ രണ്ടുപേരും ഒത്ത് ഒരു കയ്യാളാ. ആ മുസ്ലിം ലീഗിന്റെ നേതാവ് പറയുവാണ് മതമാണ് 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 ഇവിടെ പ്രശ്നം ഞങ്ങൾക്ക് എന്ന് KM ഷാജി പറഞ്ഞപ്പോൾ ഒരു പ്രശ്നവുമില്ല. മാധ്യമങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു അന്തിച്ചർച്ചയുമില്ല. ഇവിടെ വർഗീയത പറഞ്ഞൊന്നുമില്ല. അതൊക്കെ നല്ല കാര്യങ്ങൾ അവർ പറഞ്ഞത്. അവർക്ക് മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞത് അവർക്ക് ഭയങ്കര എന്ന് പറഞ്ഞ വലിയൊരു എന്തോ ഒരു സംഭവം അവർ പറഞ്ഞതുപോലെയാ. അവർക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഗുരുവായൂർ ചെന്നിട്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി ആവശ്യമാണ്.
അദ്ദേഹത്തിന്റെ ഗുരുവായൂർ എന്നുള്ള പേര് അറിയപ്പെടുന്നത് പോലും അവിടെ ഒരു അമ്പലം നിൽക്കുന്നതിന്റെ പേരിലാണ്. അതൊരു ടൂറിസ്റ്റ് മേഖലയും കൂടിയിട്ടാണ്. ആ ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അവിടെയുള്ള ആ മേഖലകളിലും അവിടുത്തെ ഒരു ഹിന്ദു അമ്പലവുമായി നിൽക്കുന്ന ഒരാൾ നിൽക്കുമ്പോൾ അതിന് ഗുണം ചെയ്യും. ഒരു മേത്തം കയറിയിട്ട് അമ്പലത്തിൽ പോയി അമ്പലത്തിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അയാൾ പറഞ്ഞാൽ ലോജിക്കില്ലേ? ഒരു ന്യായമില്ലേ? മേത്തന്മാർ അമ്പലത്തിന്റെ വളർച്ചയെ കുറിച്ച് ചിന്തിക്കുന്നവന്മാരാണോ? മേത്തന്മാരെന്ന് പറയുന്നത് അമ്പലങ്ങൾ വ്യഭിചാരശാലയെന്ന് പ്രസംഗിക്കുന്ന ബാലുശ്ശേരിയുടെ കൂട്ടരാ, അത് വിശ്വസിക്കുന്നവരും കൂടിയിട്ടാ. അങ്ങനെയുള്ളവർക്ക് ആ കാര്യത്തിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധ. അപ്പൊ അയാൾ അതിൻ്റെതായ രീതിയിൽ ലോജിക്കിൽ അയാൾ സംസാരിച്ചു. അത് മാപ്രകൾക്ക് സഹിക്കുന്നില്ല. മാപ്രകൾ അതിന്റെ പുറകെ പോയിട്ട് ഇവിടെ അതാ പറയുന്നത്, ഒരു കൂട്ടർക്ക് മാത്രം എന്തും പറയാം. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് പോലും മതത്തിന്റെ പേരിൽ അവർ സംഘടന തുടങ്ങിയിരിക്കുന്നത്. മതം പറഞ്ഞ ആരും വോട്ട് മേടിക്കാൻ പാടില്ല, മതം പറയാൻ കൊള്ളാമോ, മതം പറയാം. ഇങ്ങനെ മാപ്രകൾ പോകുമ്പോൾ മാപ്രകൾ മുസ്ലിം ലീഗിനോട് പോയി പറയണം, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ മത പാർട്ടിയുടെ പേര് മാറ്റിയിട്ട് വെറും ലീഗ് എന്നിട് എന്ന് പറഞ്ഞു കൊടുക്കണം. അത് പറയത്തില്ല. അവർക്ക് മതത്തിന്റെ പേരിൽ പാർട്ടി തുടങ്ങാം, മതത്തിന്റെ പേരും പറഞ്ഞ് വോട്ട് ചോദിക്കാം, മതത്തിന്റെ പേരും പറഞ്ഞ് സ്ഥാനാർത്ഥികളെ നിർത്താം, മതത്തിന്റെ പേരും പറഞ്ഞ് എല്ലാം ഇവർക്ക് ഒത്തൊരുമിച്ച് കൂടാം. കഴിഞ്ഞ വർഷത്തെ ഇവരുടെ ഇലക്ഷന്റെ തലേ ദിവസം ആകുമ്പോഴത്തേക്കും കമ്മ്യൂണിസ്റ്റിലെ തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചോണ്ട് പോകും, കാന്തപുരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് എന്ത് ചെയ്യും? കമ്മ്യൂണിസ്റ്റിലെ ആൾക്കാരെ വിളിക്കും, കോയന്മാരെ വിളിച്ചു വിരുന്ന് കൊടുക്കുന്നയാ. കമ്മ്യൂണിസ്റ്റിലെ കോയന്മാർക്ക്, പ്രത്യേകം കോയന്മാർക്കേ ഉള്ളൂ കേട്ടോ വിരുന്ന്. കോയന്മാർക്ക് മാത്രമേ. ബിനു കള്ളുക ഡെവിൾ അറുവാണിയോ? നിന്റെ കൂടെ നിൽക്കുന്നവളാണോ അറുവാളി? ആ പ്രൊഫൈല് അവളെ കണ്ടാലേ അറിയാം അവളൊരു അറുവാണിയാണെന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പൊ എന്നാ വേണം? അവൾക്ക് ചൊറിയുന്നുണ്ടെന്നോ? അതിന് നീ പോയി ചൊറിച്ചിൽ തീർത്തു കൊടുത്തോ? ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഞാന്. ബിനു കള്ളുക ഡെവിൾ ഭാര്യ അറുവാണിയാണെന്ന്. മനസ്സിലായോ? അപ്പം മതമാണ് പ്രശ്നം. അവരുടെ ഉസ്താദിന്റെ അടുത്തേക്ക് നാളെ കാന്തപുരത്തിന്റെ അടുത്തേക്ക്, കാന്തപുരം തന്നെയാണോ അത് അയാളുടെ ഉസ്താദിന്റെ പേര്? തങ്ങളോ? എന്തൊരു തങ്ങളുണ്ടല്ലോ, അയാളുടെ അടുത്ത് പോയി കൂടും. ഇലക്ഷന്റെ തലേ ദിവസം ആകുമ്പോഴത്തേക്കും കമ്മ്യൂണിസ്റ്റിലെ കോയന്മാരെല്ലാം കൂടും, കമ്മ്യൂണിസ്റ്റിലെ കോയന്മാരായ മന്ത്രിമാരെല്ലാം കൂടും, കോൺഗ്രസിലെ കോയന്മാര് മന്ത്രിമാരെല്ലാം കൂടും, മറ്റു പാർട്ടികളിലെ കോയന്മാര്, മുസ്ലിം ലീഗിലെ കോയന്മാര് മന്ത്രിമാരെല്ലാം കൂടി, ഇവരെല്ലാം കൂടി വിരുന്ന് വെച്ചങ്ങ് ഇരുത്തിയിട്ട് ബിജോൺ നമ്പുഴിയിൽ ആദ്യം സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വന്നിട്ട് കമന്റ് ഇടുക കേട്ടോ. പിന്നെ നമുക്ക് ബാക്കിയുള്ള നിന്റെ കമന്റിനുള്ള മറുപടിയൊക്കെ നമുക്ക് പിന്നെ തരാം കേട്ടോ. ആദ്യം സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് കമന്റ് ഇടാനൊക്കെ ആദ്യം പഠിക്കും. തന്തയ്ക്ക് പറഞ്ഞവന്മാരായിട്ടൊക്കെ കമന്റ് ഇടാൻ ആദ്യം പഠിക്ക്. കള്ളപടിക്കുണ്ടായ രീതിയിൽ കമന്റ് ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം ഇവരെല്ലാം കൂടി വന്നിട്ട് ഈ തങ്ങളുടെ വീട്ടിൽ കൂടിയിട്ട് ഇവരെല്ലാം കൂടി എടുക്കുന്ന ഒരു തീരുമാനമാണ്, നമ്മൾ ഏത് മതത്തിലായിരുന്നാലും, നമ്മൾ ഏത് പാർട്ടി ജയിച്ചാലും, ഇത് ഈ കോൺഗ്രസ് ജയിച്ചാലും കമ്മ്യൂണിസ്റ്റ് ജയിച്ചാലും, പാണക്കാട് തങ്ങളുടെ വീട്, ജെസി താബോർ തോതാ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ ഇവര് കൂടും. ഈ പാണക്കാട് ഞങ്ങളുടെ വീട്ടിൽ തലേ ദിവസം, ഇലക്ഷന്റെ തലേ ദിവസം ഇവരെല്ലാം കൂടും. ആരൊക്കെയാ കൂടുന്നത്? കോൺഗ്രസിലെ മന്ത്രിമാര്, MLA മാര്, കമ്മ്യൂണിസ്റ്റിലെ മന്ത്രിമാര്, MLA മാര്. ആകെ കോയമാരെ കൂടത്തുള്ളൂ. കോയകൾ എന്നുള്ള പേരുള്ള മന്ത്രിമാര്, MLA മാരെല്ലാം കൂടിക്കൊള്ളണം. പാണക്കാട് തങ്ങളുടെ വീട്ടിൽ വിരുന്ന ഇലക്ഷന്റെ തലേ ദിവസം വിരുന്ന് കൂടിയിട്ട് എല്ലാരെയും കൊണ്ട് ഒരു തീരുമാനം എടുപ്പിക്കും. എന്താ എടുപ്പിക്കുന്നതെന്നറിയാമോ? നിങ്ങൾ ഏതേത് പാർട്ടികളിൽ നിന്നാലും നമ്മളുടെ മതത്തിന്റെ ഒരു പ്രശ്നം വരുമ്പോൾ, നമ്മുടെ മതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വരുമ്പോൾ, നിങ്ങൾ ഒത്തൊരുമയായി നിന്ന്, ഒത്ത എരുമകളായിട്ടിരുന്നുകൊണ്ട് നിങ്ങൾ സഹവർത്തിക്കണം. നിങ്ങൾ ഇന്ന പാർട്ടിയാണെന്നല്ല നോക്കേണ്ടത്. നമ്മുടെ മതം എന്ന് പറയുമ്പോൾ നമ്മുടെ മതത്തിന്റെ പേരിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഒത്തൊരുമിക്കേണ്ടത്, ഒത്തൊരുമകളായിരിക്കേണ്ടതെന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാ പോകുന്ന. ഇവന്മാരെല്ലാം ഒറ്റക്കെട്ട ഏത് പാർട്ടിക്കകത്ത് കിടന്നാലും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ കേരളത്തെ നശിപ്പിച്ച് നാറാണക്കല്ലത്ത് മനഃപൂർവ്വം എടുപ്പിക്കാൻ വേണ്ടി PR വർക്കും കൊണ്ട് നടക്കുന്ന ഒരുത്തൻ ആ ഷാജസ്കറിയ എന്ന് പറയുന്ന നായിന്റെ മോന്. അവൻ വെറും വൃത്തികെട്ടവനാ. അവനെപ്പോലെ ഒരു വൃത്തികെട്ടവൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മനുഷ്യകുലത്തിന്, സമൂഹത്തിന് നല്ലത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ അവനൊരു പാമ്പിന്റെ ഒരു ബുദ്ധി, അവന്റെ കയ്യിലിരിക്കുന്ന ബുദ്ധി.
നല്ല വിഷം നിറഞ്ഞൊരു പാമ്പാ പാമ്പ്. പതുക്കെ അവൻ നുഴഞ്ഞു കയറാൻ പറ്റുന്ന രീതിയിലെല്ലാം അവൻ പതുക്കെ നുഴഞ്ഞു കയറും. ഇങ്ങനെ BJP-യോട് സ്നേഹം നടിക്കുന്നത് പോലെയും BJP-ക്കാരെ കൂടി നിർത്തുന്നത് പോലെയും ഹിന്ദുക്കളോട് സ്നേഹം നടിക്കുന്നത് പോലെയും ഇവൻ ഹിന്ദു ഇതിനകത്തെല്ലാം കയറുന്നതെന്നറിയാം. നിങ്ങളുടെ ആ പൊളിറ്റിക്കിനെ അറിയാൻ വേണ്ടിയിട്ട് കയറുന്നത് അവൻ, ആ പന്നല്. അതാദ്യം ഹിന്ദുക്കളെ നിങ്ങൾ മനസ്സിലാക്ക്, BJP-ക്കാരെ നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങൾ അവനെ അടുപ്പിക്കരുത് നിങ്ങളുടെ പരിസരത്തോട്ട്. അവൻ വളരെ തന്ത്രപരമായിട്ട് അവൻ എന്താ പറഞ്ഞ ഇരുഭാഗത്തും ആടെ നിന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ നിൽക്കുന്ന നിഷ്പക്ഷനെ പോലെ വേഷം കെട്ടിയിട്ട് കോൺഗ്രസുകാർക്ക് എങ്ങനെ വോട്ട് മറച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ തന്ത്രപരമായിട്ട് അവന്റെ തൂലിക ഉപയോഗിച്ചുകൊണ്ട് പതുക്കെ നൈസായിട്ട് കോൺഗ്രസിനെ ജയിപ്പിക്കാൻ നോക്കുന്നവൻ അവൻ. പലരും വിചാരിക്കും അവൻ പറയുന്നതാ ഞാൻ ഒരിടത്തും കാശ് മേടിക്കുന്നില്ലെന്ന്. അവന് കാശ് മേടിച്ചാലും മേടിച്ചില്ലേലും അവന് കിട്ടേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്. നല്ല കള്ളപ്പണം അവന് കിട്ടുന്നുണ്ട്. എന്നിട്ട് അവൻ വളരെ കൃത്യമായിട്ട് മാമാപ്പണി ചെയ്യുന്നുമുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് 9-ാം തീയതി ഇലക്ഷൻ നടക്കാൻ പോവുക. ഈ 9-ാം തീയതി ഇലക്ഷൻ നടക്കാൻ പോകുമ്പോൾ വളരെ ബുദ്ധിയുള്ളവരായിട്ട് നിങ്ങൾ പെരുമാറാൻ പഠിക്കും പ്രിയ സഹോദരങ്ങൾ. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പറയുക. ഇത് വർഷങ്ങളായിട്ട് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അതുകൊണ്ട് അതിന്റെ മാറ്റം ഇന്ന് നമ്മൾ കേരളത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും ആളുകൾ ചിന്തിച്ച ഒരു കാര്യമാണ്, എന്തുവാ ഈ റീനയ്ക്ക് വേറെ ജോലിയില്ലേ, റീനയ്ക്ക് വേറെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്റെ ലൈവിൽ വരുന്ന സമയത്ത് നീ അവിടെ കിടന്ന് കാറിക്കോ, നീ അവിടെ കിടന്ന് കൂറിക്കോ, താമര ഇവിടെ വിരിയത്തില്ല, താമര കേരളത്തിൽ വാടിപ്പോകും, നീ കേരളമാണെന്നൊക്കെ എന്റെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇട്ടവന്മാരും കരഞ്ഞവന്മാരും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും അത് വിടാതെ ഞാൻ എല്ലാ വർഷവും ഓരോ സമയത്തും ഇലക്ഷൻ വരുന്ന സമയത്ത് ഞാൻ മനുഷ്യരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ അതിന്റെ എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഞാൻ നടത്തിയെടുക്കാറുണ്ട്. ഞാനൊരു BJP പ്രവർത്തകയല്ല, ഞാനൊരു BJP-കാരിയുമല്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ക്രിസ്ത്യാനിയായിരുന്നു കൊണ്ട് ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സമാധാനവും നമുക്ക് സന്തോഷവും നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ എന്താ പറയുക ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കണ്ടുപഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യം സുരക്ഷിതമായിരിക്കണം. അതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയാണ് നമുക്ക് ഫസ്റ്റ് വലുത്. നമ്മുടെ രാജ്യം സുരക്ഷിതമായിരുന്നാലേ നമുക്ക് ആ രാജ്യത്തിൽ സുരക്ഷിതത്വമുള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ രാജ്യത്തിൽ സുരക്ഷിതത്വമുള്ളൂ. നമ്മുടെ രാജ്യം സുരക്ഷിതമല്ലെങ്കിൽ പിന്നെ നമുക്കും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മക്കൾക്കും എങ്ങനെ സുരക്ഷിതരായിരിക്കാൻ പറ്റും? എടാ, ഇസ്രായേലും പാലസ്തീനും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് നാട് നീളെ രംഗത്തിറങ്ങുവാ. എന്തിനാ ഇറങ്ങുന്നേ? ഇസ്രായേൽ കേരളത്തെ വല്ല ആക്രമിക്കാൻ വന്നോ? കേരളത്തിലെ കോയമാർക്ക് വല്ലതും ഇസ്രായേൽ ചെയ്തോ? മനസ്സിലായോ? കോയമാരെ ഒന്നും ഇസ്രായേൽ ഒന്നും ചെയ്തിട്ടില്ല. എങ്കിലും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി ചേർന്നിട്ട് ഇവന്മാരെ എന്ത് ചെയ്യുക, പ്രീണിപ്പിക്കുക. എന്തിനാ? വോട്ട് കിട്ടാൻ വേണ്ടി, വോട്ട് ബാങ്കിന് വേണ്ടി നടത്തുന്ന നാടകമാ. ഇതൊക്കെ വോട്ട് ബാങ്കിന് വേണ്ടി നടത്തുന്ന നാടകമാണ് കേരളത്തിൽ നടക്കുന്ന നാടകം. ഈ വോട്ട് ബാങ്ക് കിട്ടുന്ന എന്തിനു വേണ്ടി? അധികാരം പിടിക്കാനാ. അധികാരം പിടിച്ചാൽ മാത്രമേ നമ്മുടെ മേൽ അധികാരികളെ പോലെ ഇവർക്ക് പെരുമാറാൻ പറ്റത്തുള്ളൂ. അധികാരം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന നാടകം, അല്ലാതെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടോ ജനങ്ങൾക്ക് നന്മ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാട് നന്നാക്കാൻ വേണ്ടിയിട്ടോ ഉള്ളതൊന്നുമല്ല. എന്നാൽ BJP-യുടെ ഭരണവും BJP ചിന്തിക്കുന്നതും അതല്ല. അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചിന്തിക്കുകയല്ല ചെയ്യുന്നത്. അധികാരം പിടിക്കാൻ ചിന്തിക്കുന്നു. എന്തിനു വേണ്ടിയെന്നറിയാമോ? നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് നാട് രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, ഈ തീവ്രവാദ ചിന്ത എന്നേക്കും ഉന്മൂലനാശം ചെയ്യാൻ വേണ്ടിയിട്ട് BJP ഉള്ളിടത്തോളം കാലം ഇവന്മാർ തല പൊക്കത്തില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഇന്നും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം എന്നേ നശിച്ച് തീവ്രവാദികളാൽ ഈ നാട് മൂടപ്പെട്ടേനെ. പക്ഷെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മനുഷ്യനും BJP-യും കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവന്മാർ തല ഉയർത്താതെ തല താഴ്ത്തി കിടക്കുന്നത്. ഇന്ന് 2047 പ്രധാനമന്ത്രിയാകൂന്ന് പറയുന്ന റൌഫിക്കൈ ഉണ്ട നിന്നുകൊണ്ട് കിടക്കുക അവിടെ. ഇവന്മാരുടെ സ്വപ്നം, പൂവണിങ്ങുന്ന സ്വപ്നം കാത്തുകാത്തിരുന്ന് ഇവിടെ ഈ കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നെങ്കിലോ, കോൺഗ്രസ് ആയിരുന്നു കേന്ദ്രം ഭരിച്ചിരുന്നെങ്കിലോ 2047 നമുക്ക് കണ്ടേനെ ഒരു സുഡാപ്പി കയറി പാർലമെന്റിൽ പ്രധാനമന്ത്രിയായേനെ. ഒരു സുഡാപ്പി, ഒരു മുസ്ലിം പാർലമെന്റിൽ പ്രധാനമന്ത്രിയാകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു സുഡാപ്പി കയറി എന്ത് ചെയ്തേനെ? പാർലമെന്റിൽ പ്രധാനമന്ത്രിയായേനെ. കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നുവെങ്കിൽ. അപ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ 15 വർഷമായിട്ടും ഇവന്മാർക്ക് ഇവന്മാരുടെ അജണ്ടകളെ ഇപ്പോഴും നടപ്പിലാക്കാൻ പറ്റാതെ പോകുന്നത്.
BJP ഭയമുള്ളത് കൊണ്ടാ, പേടിയുള്ളത് കൊണ്ടാ. ക്രിസ്ത്യാനിയെ പേടിയുണ്ടോ ഇവന്മാർക്ക്? ഉണ്ടോ പേടിയെ? ഹിന്ദുക്കളെ പേടിയുണ്ടോ? ഇവന്മാർക്ക് പേടിയുള്ളത് RSSനെ മാത്രമായി ഇവന്മാർക്ക് പേടിയുള്ളത്. നിങ്ങൾക്കറിയാമോ? എങ്ങനെയാണോ ഇസ്രായേലിനെ ഇവന്മാര് പേടിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ RSSനെ ഇവന്മാര് പേടിക്കുന്നത്. കാരണം RSS ഇറങ്ങിയാൽ കറ തീർന്നു. അവർ ചുമ്മാ ഒന്നും ആരുടെടുത്തും വലിഞ്ഞേറി RSS പോകത്തില്ല. പക്ഷെ ഇങ്ങോട്ട് ചൊറിയാൻ വന്ന നല്ലതുപോലെ കൊടുക്കാൻ അവർക്ക് നല്ല വൃത്തിയാണെന്ന് അറിയാം. അതുകൊണ്ട് മാത്രം അവന്മാർ പേടിച്ചടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അവന്മാർക്ക് ഇപ്പോഴും എന്ത് ചെയ്യണം? അവന്മാർക്ക് ഇപ്പോഴും ഈ കേരളമെങ്കിലും അവന്മാരുടെ, കാരണം കേരളം ഹബ്ബാണ്. മനസ്സിലായോ? കേരളം ഹബ്ബാണ്, ഇവന്മാരുടെ ഒളിത്താവളമാണ്, ഇവന്മാരുടെ സ്ലീപ്പർ സെല്ലുകൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് തന്നെ. ഈ സ്ലീപ്പർ സെല്ലുകൾ, അതായത് ഇവന്മാർക്ക് അജണ്ടകളെല്ലാം ഒത്തിരി പ്ലാനൊക്കെ ഓൾറെഡി ഇവന്മാർ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവന്മാർക്ക് അതുവഴിക്ക് എന്ത് ചെയ്യണം? കേരളത്തെ പിടിക്കാൻ ഒരു അധികാരം വേണം. ഈ അധികാരം എവിടെ കൂടി അവന്മാർ എടുക്കാൻ നോക്കുന്നത്? UDFനകത്ത് കയറി എടുക്കാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ പേരിലും അല്ലാതെയൊക്കെ കയറി വന്നിട്ട് അധികാരം പിടിച്ചു. UDF എന്ന് പറയുന്ന വൃത്തികെട്ടവന്മാർക്ക് പൊങ്കും മെങ്കും ഇല്ലാത്തവന്മാരാ ഭരണാധികാരികൾ എന്നിരിക്കുന്നവന്മാര്. 10 വോട്ടിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും തങ്ങൾക്ക് UDF എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ഭരണം കിട്ടിയാൽ മതി. അതിനുവേണ്ടി ഏതവൻ വന്ന് ഏത് വഴിക്ക് കയറി വന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് വോട്ട് തന്നാലും നമുക്ക് കുഴപ്പമില്ല. അവന്മാരുടെ കാൽപ്പടിയിൽ കിടന്നാണെങ്കിൽ നമുക്ക് അധികാരം വേണമെന്നുള്ള. UDFനകത്ത് ഇപ്പോഴേ അടിയാ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട്. ആര് മുഖ്യമന്ത്രിയാണോ? രമേശ് ചെന്നിത്തലയാണോ? VT സതീശനാണോ? KC വേണുഗോപാലാണോ? ഇനി പ്രിയങ്ക ഗാന്ധിയാണോ? ആരെന്ന് പറഞ്ഞ അറിയത്തില്ല. പിന്നെ പപ്പുമോൻ അവിടെ നിന്ന് വന്നിട്ടുണ്ട്, വന്ന് വിളിച്ചു പറഞ്ഞ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീയെ എനിക്ക് മുഖ്യമന്ത്രിയാക്കി വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ പിന്നെ VT സതീശൻ പിന്നെ സാരിയും പാവാടയും ചിരട്ടയും തിരക്കുള്ള ഓട്ടമായി. അയ്യോ, സ്ത്രീ മുഖ്യമന്ത്രിയോ? എന്നാ പിന്നെ സാരിയും വാങ്ങിക്കണം, പാവാടയും വാങ്ങിക്കണം. ഇനി എന്തുവാ, കൊറ്റംകുളങ്ങര അമ്പലത്തിൽ പോയിട്ട് അവിടെ പെൻവേഷം കെട്ടിപ്പോയവരുടെ നിലം വാടകയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഉള്ള ഓട്ടത്തിലാണ് VT സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ. കാരണം നമ്മുടെ തലപ്പത്തു നിന്നുള്ള ആള് വന്നല്ലേ പറഞ്ഞത്, എന്തുവാ സ്ത്രീയെ പ്രധാനമന്ത്രിയാക്കി വെക്കണം. തന്നെ സഹോദരിയെയാ നോട്ടം ഇട്ട് വെച്ചിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കി തരാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട്? എന്തുവാ ഈ തണ്ണിമത്തൻ ബാഗ് ഇട്ട് പലച്ചീന്റെ കൂടെ ഞങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് തീവ്രവാദികൾക്ക് കൊട പിടിച്ചുകൊണ്ട് പാർലമെന്റിൽ കയറി പോയ സാധനമാ. അപ്പം ബുദ്ധിയും ബോധവും ഉള്ളവരായിട്ട് വേണം പ്രിയ സഹോദരങ്ങളെ നിങ്ങളായിരിക്കാനായിട്ട്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അന്ധതയെ തിരിച്ചറിയണം. ഇനിയെങ്കിലും ഞാൻ അന്നു മുതലേ പറയാൻ തുടങ്ങി ദൈവത്തിന്റെ കൃപയാൽ ഒത്തിരി ആളുകളുടെ മനസ്സുകളിൽ ആ സത്യം മനസ്സിലാക്കാൻ പറ്റി. അവർക്ക് ഇവരുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ പറ്റി. കമ്മ്യൂണിസ്റ്റിന്റെയും കോൺഗ്രസിന്റെയും കള്ളബുദ്ധി, കള്ള സ്വഭാവം എന്താണെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു പരിധിവരെ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളതിനെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുകയാണ്. അഭിമാനം. ഇന്ന് ക്രിസ്ത്യാനികളായിരിക്കുന്ന വലിയൊരു ഭാഗം ജനങ്ങളിലേക്കും ആ യഥാർത്ഥ സത്യത്തെ, ഒരിക്കൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് കേരളത്തിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിൽ പോലും അവർ ചിന്തിച്ചു വെച്ചിരുന്ന ഈ കള്ളന്മാർ പറഞ്ഞു കൊടുക്കുന്ന കള്ളത്തരമാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. ഈ കള്ളന്മാർ പറഞ്ഞു കൊടുത്ത കള്ളത്തരം പ്രകാരം ആളുകൾ ചിന്തിച്ചിരുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ജനത പാവം പലസ്തീനികളെ കൊന്നൊടുക്കുന്നു, പാവം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നു എന്ന് പറയുന്ന തലച്ചോറിലൊരു ചിന്താഗതിയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? നാട്ടിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്ക് പോലും ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാ? കാരണം അവർക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പടച്ചുവിടുന്ന കള്ളത്തരങ്ങൾ മാത്രമേ അവർ കാണുന്നുള്ളൂ. ഇസ്രായേലെ വന്നിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നില്ലല്ലോ. കേരളത്തിൽ വന്നിട്ട് അയ്യോ ഞങ്ങളല്ല തെറ്റുകാര് എന്ന് പറയുന്നില്ലല്ലോ. അങ്ങനെ പറയുന്നില്ലല്ലോ ഇസ്രായേൽ. അതുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി ഡിഫൻസ് ചെയ്യാനോ ഇസ്രായേലിന് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ സത്യങ്ങൾ പറയാനോ ആരും ഇല്ലാത്തത് കൊണ്ട് ഈ കള്ളന്മാർ പറഞ്ഞു കൊടുത്തിരുന്ന കള്ളത്തരമാണ് ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഈ സോഷ്യൽ മീഡിയക്കകത്ത് മുഴുവനും ഹാഷ്ടാഗ് ഇട്ടുകൊണ്ട് ഷേവ്ഗാഷ 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 എന്ന് കരയുമ്പോൾ അത് എടുത്തുകൊണ്ട് ക്രിസ്ത്യാനിയും ഷേവ്ഗാഷ പറഞ്ഞുകൊണ്ടിരുന്നു, ഹിന്ദുക്കളും ഷേവ്ഗാഷ എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ എന്ന് ഞാൻ ഇസ്രായേലിൽ കാല് ചവിട്ടിയോ അന്നു മുതൽ ഞാൻ വിളിച്ചു കൂവാൻ തുടങ്ങി, സത്യം ഇതാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് കാണിക്കാൻ തുടങ്ങി ജനത്തോട്. ഇവിടെ നടക്കുന്ന കൊള്ളരുതായ്മ ഇതാണ്. ഇവിടെയുള്ള പലസ്തീനികൾക്ക് പോലും എന്തില്ല, ഈ വൃത്തികെട്ട ഹമാസിനോട് കൂറില്ല. അവിടെ ഹമാസ് ജീവി കൊന്നൊടുക്കുന്നു പറയുമ്പോൾ നാട്ടിനകത്ത് മുഴുവനും എന്ത് ചെയ്യുക? കടകമ്പോളങ്ങളെ അടച്ചിട്ടുകൊണ്ട് ഹർത്താൽ നടത്തുക. മനസ്സിലായോ?
രാജ്യത്തിനകത്ത് കടകമ്പോളങ്ങൾ അടച്ചിട്ടുകൊണ്ട് ഇവിടെ ഹർത്താൽ എടുക്കുക ആര്? കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി. ഇവിടെ സുഡാപ്പികൾ, ഇവിടെ ഹമാസ് ചത്താ പോലും ഇവിടെ കിടക്കുന്ന സുഡാപ്പികളും ഇവിടെ കിടക്കുന്ന കോയന്മാർക്കും കടകമ്പോളങ്ങൾ അവിടെ കടകൾ തുറന്നു വെച്ചു. അവർ തിന്നുന്നു, കുടിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. ഇത് ലൈവായിട്ട് കാണിച്ചു കൊടുത്തു ലോകത്തിന്, ഇതാ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ക്രിസ്ത്യാനികളുടെ കണ്ണുണർന്നത്, ഹിന്ദുക്കൾക്ക് ബോധം മനസ്സിലായത്. അതുകൊണ്ട് എന്താ, അവര് തിരിച്ചു പ്രതികരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് ഹാഷ്ടാഗ് ഇല്ലല്ലോ. ഇന്ന് എവിടെയെങ്കിലും നിങ്ങൾ ഫേസ്ബുക്കിനകത്ത് ഷേവ് ഗാഷ എന്ന് പറയുന്ന ഹാഷ്ടാഗ് കാണാറുണ്ടോ? ഇല്ല. നല്ല കാലേവാരി നിലത്തടിക്കുന്ന രീതിയിൽ നല്ല മറുപടി സോഷ്യൽ മീഡിയയിലൂടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കൊടുത്തു തുടങ്ങി. അപ്പൊ സത്യങ്ങൾ ജനം തിരിച്ചറിയുന്നുണ്ട്. അത് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുകയും അത് മനസ്സിലാക്കാനും സമൂഹത്തിൽ ആരെങ്കിലും ഒരാള് എഫേർട്ട് എടുക്കണം. അതുകൊണ്ടാണ് പല പ്രാവശ്യമായി ഞാൻ വന്ന് ലൈവുകളിൽ വന്ന് പല തവണ, എന്റെ ആദ്യം മുമ്പുള്ള ലൈവുകളെല്ലാം മില്യൺ കണക്ക് വ്യൂവേഴ്സ് ഉള്ള ലൈവുകളാ. ആളുകൾ അത് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്തപ്പോൾ ആളുകൾക്ക് ബോധം വെച്ചു തുടങ്ങി. ഇനിയെങ്കിലും സമൂഹത്തിൽ ഇന്ന് അതിന്റെ ഒരു ഇമ്പാക്ട് കേരളത്തിലുണ്ട്. വലിയൊരു ക്രിസ്ത്യാനികൾക്ക് ഇന്നൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോകൾക്ക് അതൊരു ഇമ്പാക്ട് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോകൾ അത് വലിയൊരു ഗുണം ക്രിസ്ത്യാനികൾ ചെയ്തിട്ടുണ്ട്. സത്യങ്ങൾ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ രാജ്യം പോകുന്ന പോക്ക് അപകടത്തിലാണ്. ഈ രാജ്യം അപകടത്തിലേക്കാണ് പോകുന്നത്. ഈ രാജ്യം അപകടത്തിൽ പോകുന്നത് കൊണ്ട് BJP എന്ന് പറയുന്ന സർക്കാർ നിലനിൽക്കണം, അത് വരണം. കേരളത്തിലെങ്കിലും താമര വിരിയണം. നമ്മൾക്ക് സുരക്ഷിതരായി, നമ്മുടെ മക്കൾക്ക് സുരക്ഷിതരായി. നിങ്ങൾ കണ്ടിട്ടില്ലേ എന്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ പറഞ്ഞിട്ട്, നീ ചോണയുണ്ടെങ്കിൽ നാട്ടി വാടി എന്ന് വെല്ലുവിളിക്കാൻ ഇവൻ എങ്ങനെ ധൈര്യം വരുന്നു? അധികാരം അവന്റെ കയ്യിലാണെന്നുള്ള അഹങ്കാരമാണ് ആ ധൈര്യം വരുന്നത്. എന്തിന്റെ പേരിലെ നമ്മളിങ്ങനെ വെല്ലുവിളിക്കേണ്ടത്? സത്യം വിളിച്ചു പറയുന്നതിന്റെ പേരിലോ? നമ്മുടെ തല വെട്ടും, നമ്മുടെ കൈ വെട്ടും, നമ്മുടെ കാല് വെട്ടും എന്നൊക്കെ നമ്മുടെ പച്ചയ്ക്ക് വന്ന് പറയാൻ ഇവന്മാർക്ക് ഈ ധൈര്യം വരുന്നത് എന്തുകൊണ്ട്? അധികാരം ഞങ്ങളുടെ കയ്യിൽ കിടക്കുന്നു എന്നുള്ള ആ തോന്നൽ ഇവർക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്. പക്ഷേ അധികാരം BJPയുടെ കയ്യിലിരിക്കുമ്പോൾ ഇവന്മാർക്ക് ഇത് പറയാൻ പറ്റുമോ? എന്റെ അടുത്ത് ഈ ചോണുണ്ടെങ്കിൽ നീ നാട്ടി വാടി എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ കേരളത്തിൽ ഇരിക്കുമ്പോൾ ഈ പറയുന്നവന്മാര്, ഞാൻ വല്ല UPയിലും ആണെങ്കിൽ എന്നോട് ഈ പറയാൻ പറ്റുമോ? വന്നിട്ട് ചോണ ഉണ്ടെങ്കിൽ നീ നാട്ടി വാടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സ്പോട്ടിൽ നാട്ടിൽ ഇറങ്ങിയിട്ട് കാണിച്ചു കൊടുക്കും. വന്നിട്ടുണ്ട് എന്താടാ എന്ന് പറഞ്ഞിട്ട്. കാരണം അധികാരത്തിന്റെ ഇതാണ്. അതാ പറയുന്നത് പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ മക്കളോടും നമ്മുടെ സമൂഹത്തിലോടും നമ്മൾ പ്രതിബദ്ധതയുള്ളവരായിരിക്കണം. അല്ലാതെ ഈ നമ്മളെ നശിപ്പിക്കാൻ നമ്മളെ കുത്തക എടുത്തിരിക്കുന്ന, നാട് മുടിപ്പിച്ച് പണ്ടാരടക്കി. BJP കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് കേവലം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ മാത്രമല്ല, നമ്മുടെ നാടിനെ ഹൈടെക് ആക്കിക്കൊണ്ട് ഈ ലോകരാജ്യങ്ങൾ അമ്പരചുംബികളായ കെട്ടിടങ്ങളും അതും ഇതും ഉണ്ടാക്കി അവർ വളർച്ചയുടെ ഉന്നതി ഘട്ടങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുന്ന സമയത്ത് വികസിത രാജ്യമായി അവരൊക്കെ മാറിയതിനു ശേഷവും ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ചെന്നാൽ 50 വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ സെയിം റോഡാ. 50 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ സെയിം കുഞ്ഞു കുഞ്ഞു വഴികളാ, ഇടവഴികളാ. വീടുകളുടെ മതിലുകളൊക്കെ ഇപ്പൊ ഇപ്പോഴും പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയ മതിലുകളാ. അട്ടപ്പാടിയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ഈ ആദിവാസികളുടെ ഇടയിലുള്ള വളർച്ച എന്ന് പറയുന്നത് ഇതുവരെയ്ക്കും അതിദാരിദ്ര്യം മുക്ത കേരളം എന്ന് പറഞ്ഞിട്ടും അതിദാരിദ്ര്യത്തിൽ കേറിക്കിടക്കാൻ കിടപ്പാടോ ഷീറ്റ് കെട്ടിയും ആഹാരമില്ലാതെയും കിടക്കുന്ന പാവത്തുങ്ങൾ അട്ടപ്പാടി പോലുള്ള ഗ്രാമങ്ങളിൽ കിടക്കുകയാ. നമുക്ക് അർബൻ എന്താ പറയുന്ന ഈ ആദിവാസി ഏരിയ എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറവാണ്. ആ ആദിവാസി ഏരിയകൾ നമുക്ക് കുറവായത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കേരളത്തെ കുറിച്ച് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കി നമുക്ക് ആദിവാസി ഗ്രാമങ്ങൾ കുറവാണ്, ആദിവാസി ഏരിയകൾ കുറവാണ്. എന്നിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആദിവാസികളെ പുനരധിവസിപ്പിക്കാനോ ആദിവാസികളെ ക്ഷേമത്തെ രക്ഷിക്കാനോ നമുക്ക് കുറവ് ആൾക്കാരുണ്ടായിട്ട് പോലും നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ എത്രയോ കോടി ആൾക്കാർ ഓരോ സംസ്ഥാനങ്ങളിലും ആദിവാസി ഏരിയകളിൽ കിടക്കുമ്പോൾ അവരുടെ ഇതെടുത്തുകൊണ്ട് വന്നിട്ടാ പറയുന്നത് എന്തുവാ, കണ്ടോ ഇവിടെ ഇപ്പോഴും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം അതിനേക്കാളും കഷ്ടമായിട്ടാണ് ജീവിക്കുന്നത്. സമ്പന്ന രാഷ്ട്രം എന്ന് പറയുന്നത് നമ്മുടെ കേരളം അതിനേക്കാളും കഷ്ടപ്പെട്ടല്ലേ ജീവിക്കുന്നത്. ഈ ആദിവാസികൾക്കൊക്കെ എന്ത് കൊടുക്കുന്നു? അവരുടെ ഫണ്ട് പോലും അടിച്ചു മാറ്റി തിന്ന കള്ളന്മാര്. പാവത്തുങ്ങളുടെ ഫണ്ടുകളെങ്കിലും കൊടുത്തുകൂടെ ഇതിനൊക്കെ? അതും കൊടുക്കത്തില്ല. അപ്പൊ കട്ടുമുടിച്ച് തിന്നുന്നവന്മാര്. അപ്പൊ BJPയുടെ ഭരണം കൊണ്ട് നമ്മൾക്ക് ഗുണം രണ്ടാ, ഒരു വെടിക്ക് 2 പക്ഷി എന്ന പോലെയാ. ഒന്ന്, നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും, നമുക്ക് ധൈര്യത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റും.
കാരണം നമുക്ക് സുരക്ഷിതത്വമാണ് ആവശ്യം. ആരുടെ കയ്യിൽ നിന്നാ സുരക്ഷിതത്വം നമുക്ക് കിട്ടേണ്ടത്? ക്രിസ്ത്യാനികളെ അന്നും ഇന്നും കള്ളത്തരം പറഞ്ഞ് പഠിപ്പിക്കുന്നത്, BJP വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ക്രിസ്ത്യാനികൾ തീരും. പിന്നെ BJP ഇപ്പോഴൊന്നും അല്ലല്ലോ ലോകത്തുള്ളത്. BJP ഉള്ളത് ആ കാലം മുതലാ. കോൺഗ്രസ് പാർട്ടി ഉണ്ടായ കാലം മുതലേ BJP പാർട്ടിയും ഉണ്ട്. RSS ഉള്ളതും ആ കാലം മുതലേ RSS ഉണ്ട്. എന്നിട്ട് ഏത് ക്രിസ്ത്യാനികൾ തീർന്നു? ഉടനെ പറയും ഗ്രഹാൻ സ്റ്റെയിൻസിനെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയ കഥ പറഞ്ഞുകൊണ്ട് വരും. ഗ്രഹാൻ സ്റ്റെയിൻസിനെയും കുഞ്ഞുങ്ങളെയും കൊന്നപ്പോ കോൺഗ്രസാ ഭരണത്തിലിരിക്കുന്നത്, അല്ലാതെ BJPയും RSSും അല്ല ഭരണത്തിലിരിക്കുന്നത്. ഗ്രഹാൻ സ്റ്റെയിൻസിനെയും പിള്ളേരെയും കൊന്ന സമയത്ത് കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന സമയത്താണ് ഈ കാര്യം നടന്നത്. കോൺഗ്രസിൽ ഭരണത്തിലിരിക്കുമ്പോ എല്ലാം നടക്കുമല്ലോ. തീവ്രവാദികൾക്ക് കയറി അഴിഞ്ഞാടാം, ആർക്കും എന്തും തോന്നിവാസവും കാണിക്കാം, എന്ത് വൃത്തികേടുകളും കാണിക്കാം, ഒരു കുഴപ്പവും. അതായിരുന്നു തീവ്രവാദികൾ കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്ന കഥയെന്ന് പറയുന്നത്. അല്ലാതെ RSS ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുക, BJP ഭരിച്ചുകൊണ്ടിരിക്കുക. എവിടെ എന്ത് സംഭവിച്ചു എന്നാ പറയുന്നത്? അപ്പൊ പറയും മണിപ്പൂരിൽ ഒരു RSSകാരനും ആരെയും വെട്ടാനും കുത്താനും കൊല്ലാനും പോയിട്ടില്ല. പിന്നെ പറയും UPയില് പശുവിനെ വിറ്റതിന്റെ പേരില് അടിച്ചു കൊന്നു. പശുവിനെ പശു ഇറച്ചി വിറ്റതിന്റെ പേരില് ഒരു പാവപ്പെട്ട മനുഷ്യനെ അടിച്ചു കൊന്നു. കോയന്മാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ മലപ്പുറത്ത് കൊണ്ടുപോയി നിങ്ങളൊരു പന്നി അറുത്ത് നോക്ക്. മലപ്പുറത്ത് കൊണ്ടുപോയി നിങ്ങളൊരു പന്നി അറുത്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾ പറ, വിവരം കെട്ട ജനമേ പറ, നിങ്ങള് മലപ്പുറത്ത് കൊണ്ടുപോയി പന്നി അറുത്ത് നോക്കിയിട്ട് കോയന്മാരുടെ ക്ഷമയും കോയന്മാരുടെ സഹനശക്തിയും അപ്പം നിങ്ങൾ പറ. അതാ പറയുന്നത്. ഓരോരുത്തരും അവനവന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എഴുതിയിട്ടുണ്ടല്ലോ, ഇവിടെ ഞങ്ങൾക്ക് പോത്ത് കഴിക്കാം, നമുക്കിവിടെ ആട് കഴിക്കാം, പോത്ത് കഴിക്കാം, നമുക്കിവിടെ എല്ലാം കഴിക്കാം എന്ന് പറഞ്ഞ് എഴുതിയ കൂട്ടത്തിൽ എന്തേ നമുക്കിവിടെ പന്നി കഴിക്കാം എന്ന് എഴുതാത്തത്? പന്നി കഴിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടല്ലോ. കോയ എന്തേ ശിവൻകുട്ടി കോയ എന്തേ അത് എഴുതാത്തത്? ശിവൻകുട്ടി കോയ എന്താ അത് എഴുതാത്തത്? ശിവൻകുട്ടി കാക്കയ്ക്ക് അത് എഴുതാൻ അറിയത്തില്ല അല്ലേ? ശിവൻകുട്ടി കാക്കയ്ക്ക് അറിയാം. അത് എഴുതി കഴിഞ്ഞാൽ കോയന്മാര് താഴെ വന്ന് തെറിയോടെ തെറി അഭിഷേകം നടത്തും എന്നുള്ള നല്ല വൃത്തിയാണ് അറിയാവുന്നത് കൊണ്ട് കോയ മതേതരം മൂത്ത കോയ ശിവൻകുട്ടി കോയ എന്ത് ചെയ്തു? ശിവൻകുട്ടി കോയക്ക് പന്നി മാത്രം, ബീഫും മാടും ഒക്കെ നമ്മളിവിടെ കഴിക്കും, പന്നി കഴിക്കത്തില്ല. അപ്പൊ മറ്റുള്ളവരെ സുഖിപ്പിക്കുന്ന ഒരു മതേതരമാണ് ഇവിടെ കാണുന്ന മതേതരം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളെ പതുക്കെ കയ്യിലിട്ട് കോൺഗ്രസ്സുകാർ ക്രിസ്ത്യാനികൾ ഭരിക്കുന്ന RSS വന്നാലുണ്ടല്ലോ ക്രിസ്ത്യാനി അങ്ങ് മുടിഞ്ഞു പോകും, ക്രിസ്ത്യാനിയെ തീർത്തു കളയും, BJP വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനി നശിക്കും, അവർക്ക് മതപരിവർത്തനം നടത്താൻ പറ്റത്തില്ല, ക്രിസ്ത്യാനികൾ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ക്രിസ്ത്യാനികളെ അങ്ങ് പേടിപ്പിച്ച് കടുകിനകത്ത് കയറ്റാവുന്ന ഷറഫു എടയൂർ, എടി സംഗിണി മലപ്പുറം വന്ന് നോക്ക്, നീ ബങ്കറിൽ നിന്ന് ഇറങ്ങിയോ? എടാ നായിന്റെ മോനെ, മലപ്പുറം ഞാൻ എന്തിനാടാ വന്ന് നോക്കുന്നത്? നിന്റെ കോയമാരുടെ കൊതം നോക്കാനോ അതോ നിന്റെ കോയാത്തികളുടെ കൊതം നോക്കാനോ മലപ്പുറത്തിനകത്തോട് ഞാൻ വരേണ്ടത്? അപ്പിക്കുപ്പായത്തി കിടക്കുന്നവളുമാരെയും അടിയില് ഇരുമ്പ് ഷട്ടിയിട്ട് നടക്കുന്നവന്മാരെയൊക്കെ കാണാൻ വേണ്ടി ഞാൻ എന്തിനാ മലപ്പുറത്ത് വരുന്നത്? എനിക്ക് വേറെ നാടൊന്നുമില്ലേ? കേരളം എന്ന് പറയുന്നത് മനോഹരമായ നാട്ടിനകത്ത് തീട്ടം തിന്നികളുടെ നാടായി കിടക്കുക മലപ്പുറം. ഇപ്പം അപ്പിക്കുപ്പായം പേറി നടക്കുന്നവർ, അതായത് തീട്ടം തൂറാൻ വേണ്ടി കൊടുത്ത കുപ്പായം ഇട്ട് നടക്കുന്നവന്മാരുടെ നാട്ടിനകത്ത് ഞാൻ വന്ന് എന്ത് കാണാൻ വേണ്ടിട്ട് അതിന്റെ കോയെ? മലപ്പുറത്ത് വന്ന് നോക്കുന്നു. അനില ജോസഫ്, അബ്രഹാം, ഇസാഖ്, യാക്കൂബ് ദൈവം, ദാവീദിന്റെ വേരുകളുമുള്ളവനായ ഇസ്രായേൽ നാഥനുമായ യഹോശുവ മസിഹ ഉയർപ്പ് ദിന ആശംസകൾ. ഇന്ന് യഹോശുവ മഷിഹയുടെ ഉയർപ്പ് ദിന ആശംസ. ഇന്ന് ഇസ്താർ ദേവതയുടെ ഉയർപ്പ് ദിനമാ, ഇസ്താർ ദേവതയുടെ പിറന്നാളാ. കത്തോലിക്കക്കാര് പൊട്ടന്മാര് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇന്ന് കർത്താവിന്റെ ഉയർപ്പ് ദിനം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നു എന്നല്ലാണ്ട് ഇന്ന് ഉയർപ്പ് എന്ന് പറയുന്നത് ഇസ്താർ ദേവതയുടെ പിറന്നാളാ. മനസ്സിലായോ?
ഷറഫ് എടയൂര് വന്ന് നോക്കടിയെന്നോ? എന്തിനു വന്ന് നോക്കണം? അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന താത്തമാരൊക്കെ വഴി തൂറിക്കൊണ്ടിരിക്കുന്ന കാര്യം വല്ല ഉണ്ടോ? അവിടെ വല്ല വഴി കൊല്ലം തൂർന്നുണ്ടോ വന്ന് നോക്കാനായിട്ട്? മലപ്പുറത്തിന്റെ കഥയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. മലപ്പുറം ഇന്ന് കയറി ഒന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് തോന്നിപ്പോകുന്നത് മലപ്പുറം കേരളമാണോ അത് വല്ല അറബ് നാട്ടിലും വല്ല വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ അവിടെ നിന്ന് നെട്ടും. മലപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ മലപ്പുറത്തൊന്ന് പോയിട്ട് നിങ്ങൾ നോക്കണം. നോക്കിയിട്ട് നിങ്ങൾ തന്നെ അയ്യോ ഇതേതാ, ഞാൻ മാറുവല്ലോ, ഇനി ഇത് അക്കരെ 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 എന്ന് ഗൾഫ് എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ കൊണ്ട് വിട്ടത് കണക്ക്. അക്കരെ 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 എന്ന് പറഞ്ഞ് ഗൾഫ് എന്ന് പറഞ്ഞ് ചെന്നൈ കൊണ്ട് വിട്ട കണക്ക് മലപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും ഇത് മലപ്പുറമാണോ, ഇത് കേരളത്തിന്റെ ഒരു ജില്ല തന്നെയാണോ, അത് വല്ല അറബ് നാടുമാണോ ഞാൻ വന്നിരിക്കുന്നത് എന്ന് തോന്നും. അതാണ് മലപ്പുറത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അനില ജോസഫ് അത് തന്നെയാ. ഇസ്താർ ദേവതയുടെ പിറന്നാളാണ് ഈസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്നത്. അല്ലാതെ അത് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പൊന്നുമല്ല. അത് ക്രിസ്ത്യാനികൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന കള്ള പരിപാടിയാ. അതൊക്കെ പറയുമ്പോഴായി ഈ കള്ളന്മാർക്ക് എന്നോട് എതിർപ്പ്. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, വളരെ ബുദ്ധിയുള്ളവരായിട്ട് ചിന്തിക്ക്. ഇലക്ഷൻ ഇനി അധികം ദിവസങ്ങളില്ല. നിങ്ങൾക്ക് പരമാവധി ബുദ്ധിയും ബോധവും ഉള്ളവർ നിങ്ങളെ കൊണ്ട് പരമാവധി കഴിയുന്നത്. നിങ്ങൾ കൂട്ടിയാൽ കൂടുമോ എന്ന് ചോദിച്ചാൽ കൂട്ടിയാൽ കൂടും. പല തുള്ളിയാണ് പെരുവെള്ളമാകുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ജയിച്ചോ ഇല്ലയോ എന്നല്ല നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, സാരമില്ല മോളെ, ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ, വളരെ നല്ല കാര്യം. അനില ജോസഫ് തിരിച്ചറിയാൻ പറ്റിയല്ലോ, നല്ല കാര്യം. മനസ്സിലായോ? നിങ്ങൾ ഇപ്പോഴെങ്കിലും അത് തിരിച്ചറിഞ്ഞു, അത് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പലതുള്ളി പെരുവെള്ളമാക്കി എടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. പലതുള്ളി എപ്പോഴെങ്കിലും പെരുവെള്ളമായിക്കൊണ്ടിരിക്കും. അത് കുറേശ്ശെ 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 ഇന്ന് തോറ്റാലും ജയിച്ചാലും നിങ്ങൾ കൊടുക്കുന്ന ഓരോ വോട്ടും, നിങ്ങൾ വിത്ത് വിതച്ചത് ഉടനെ മരമായി കിളിർക്കണമെന്നൊന്നും ഇല്ലല്ലോ. അയ്യോ, ചിലർക്കൊരു ചിന്തയുണ്ട്, അയ്യോ തോക്കൂന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ വോട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവരുണ്ട്. ഇല്ല, നിങ്ങൾ ശതമാനത്തിന്റെ ഇത് കൂട്ടിക്കൊണ്ടേ വരണം. മനസ്സിലായി? വോട്ട് ഷെയർ നിങ്ങൾ കൂട്ടിക്കൊണ്ടേ വരണം. നിങ്ങൾ ഇടുന്ന ഓരോ വോട്ടും അത് വോട്ട് ഷെയർ കൂട്ടുകയാണ്. അത് വോട്ട് ഷെയർ കൂട്ടുമ്പോൾ തന്നെ മറ്റു പാർട്ടിക്കാർക്ക് എന്ത് ചെയ്യും? ഭയം കൊടുക്കും. കേരളത്തിൽ NDAയുടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ മാപ്രകളുടെ കരച്ചിലുകളൊക്കെ? എങ്ങനെയാ കരഞ്ഞുകൊണ്ടിരുന്നത്? മാപ്രകൾ കരയുമ്പോൾ എങ്ങനെയാ കരയുന്നത്? കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കരയുമ്പോഴത്തേക്കും അയ്യോ എന്തുവാ UDFന്റെ തേരോട്ടം ഒരു ഭാഗത്ത് UDFും എന്തുവാ LDFും തികഞ്ഞ പോരാട്ടം. അവിടെ BJP എന്ന് പറയുന്നൊരു ചിത്രമേ ഇവർ പറയത്തില്ല. BJPക്ക് വേരില്ല, BJP കേരളത്തിൽ വേരില്ല, BJP ചിത്രമില്ല, അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് എന്തുവാ BJPയെ കുറിച്ച് സംസാരിക്കത്ത പോലും ഇല്ല വരുന്നു ഇവന്മാര്. പക്ഷെ ഇപ്പൊ കഥ മാറിയുണ്ടല്ലേ? കഥ മാറിയല്ലേ? നിങ്ങൾ ചാനലുകളൊന്ന് വെച്ച് നോക്ക്, വായിൽ പഴം തിരികെ വെച്ചിരിക്കുക ഇവന്മാര്. പറയത്തില്ലല്ലോ കേരളത്തിൽ എന്തുവാ UDFന്റെ തരംഗം, LDFന്റെ തരംഗം, ഇവരുടെ ഓട്ടം എന്നൊന്നും പറയത്തില്ലല്ലോ. എന്തേ പറയാത്തത്? അവർക്ക് നല്ല വൃത്തിയാണ് അറിയാം തരംഗം എവിടെയാ കിടക്കുന്നത്. ഓരോരുത്തരടുത്തും പോയിട്ട് ഇവന്മാർ മൈക്കും കൊണ്ടുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഈ മൈക്കോട് നടക്കുമ്പോഴെല്ലാം ആൾക്കാരടുത്ത് ചോദിച്ചിട്ട് എന്തുവാണ് നിങ്ങൾ പറയുന്നത് ഈ ഇലക്ഷനെ കുറിച്ച്? അപ്പോഴത്തേക്ക് ആൾക്കാർ പറയും താമര വിരിയും എന്ന് തന്നെ എല്ലാരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ ഇവന്മാരുടെ ഒരു കത്തലുണ്ടല്ലോ നെഞ്ചത്ത്. വലിയൊരു മിസൈൽ വന്ന് ഇവരുടെ നെഞ്ചത്ത് വന്ന് ഇടിച്ച് വീണാണ് ഈ മാപ്രകളുടെ എല്ലാം കരച്ചിൽ. അതുകൊണ്ട് പഴയതുപോലെ മാപ്രകൾക്ക് ബീജിമിട്ട് കരയാൻ പറ്റുന്നില്ല പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് വളരെ ബുദ്ധിയുള്ളവരായി ശ്രദ്ധയുള്ളവരായിട്ട് ഈ പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം? പരമാവധി നിങ്ങളുടെ വോട്ടുകൾ നിങ്ങൾ പാഴാക്കി കളയരുത്. നിങ്ങളത് കൊടുക്കേണ്ടത് ജയിച്ചാലും തോറ്റാലും നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ നിൽക്കുന്നു അത് BJPക്ക് തന്നെ ഇട്ടുകൊടുക്കുക. വോട്ട് ഷെയർ അങ്ങനെയെങ്കിലും ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും അത് കൂടി വരും. ഒരു 2-3 സ്ഥലത്ത് BJP ഒരു പ്രാവശ്യം പിടിച്ചാൽ മതി, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വോട്ട് ഷെയർ കൂട്ടിയിട്ടാലും മതി. അടുത്ത പ്രാവശ്യം ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും അത് വേര് പോലെ വളർന്ന് പന്തലിച്ച് അത് ചെടിയായി വളരും പ്രിയ സഹോദരൻ, മരമായി വളരും. അതിൽ കായ്കളും ഫലങ്ങളും ഒക്കെ ഉണ്ടാകും, പൂക്കളും കായ്കളും ഫലങ്ങളും ഉണ്ടാകും അതിനകത്ത്. അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലമുറകളുടെ ക്ഷേമത്തിനുള്ളതായിരിക്കണം. നമ്മുടെ തലമുറകൾ അവിടെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ
നമുക്ക് സമാധാനത്തോടെ നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് മുസ്ലിങ്ങളും ജീവിച്ചിട്ട് പോട്ടെ, അവരും ജീവിക്കട്ടെ, അവർക്കും ഉള്ള വണ്ണ, അവരും ജീവിക്കണം. പക്ഷെ അവർ ജീവിക്കുമ്പോൾ നമ്മളെപ്പോലെ തന്നെ അവർ ജീവിക്കണം. അല്ല നമുക്ക് മുകളിലാണ് അവരെന്നും നമ്മൾ രണ്ടാം കിടക്കാരാണെന്നും എന്ന് പറഞ്ഞുള്ള അർത്ഥത്തില് ഞങ്ങളാണ് എന്ത് പറഞ്ഞ, പണ്ട് മൻമോഹൻ സിംഗ് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയാ. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായി ഇരുന്നു കൊണ്ട്, പ്രധാനമന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് മൻമോഹൻ സിംഗ് എന്താ പറഞ്ഞത്? മൻമോഹൻ സിംഗ് പറഞ്ഞത് ഇന്ത്യയിലെ ഭക്ഷ്യവിളയുടെ ആദ്യത്തെ അവകാശികൾ മുസ്ലിങ്ങൾ എന്നാ പറഞ്ഞത്. അത് ഇവിടുത്തെ ന്യായമാ? ഇന്ത്യയുടെ ഭക്ഷ്യവിളയുടെ ആദ്യത്തെ അവകാശികൾ മുസ്ലിങ്ങളാണ്, അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും തിന്നാൻ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. ഇതുപോലൊരു വർഗീയ പ്രസ്താവന ഈ ലോകത്തിന് വേണോ ഇന്ത്യക്ക്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഇവന്മാര് ഭരണത്തിൽ കയറിയാൽ, ഇവന്മാര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട്. ഒരു കറപ്ഷനും ഇല്ലാത്ത ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ. ഒരു കറപ്ഷനും ആ മനുഷ്യനില്ല. അദ്ദേഹത്തിന് അഴിമതി കാണിക്കേണ്ട കാര്യമില്ല. പണം മേടിച്ച് കീശയ്ക്കകത്തിട്ട് എന്തുവാ ദുബായിൽ കടത്തുകയും അമേരിക്കയിൽ കടത്തി മോളെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. സാനി ജോസ്, എന്താടാ നായിന്റെ മോനെ നിനക്ക്? തെമ്മാടിത്തരം തോന്നിയവാസവും എന്നോട് പറഞ്ഞാ നിനക്ക് അതുപോലെ ഞാൻ തരും. നിന്റെ ഭാര്യയെ നീ കൊണ്ട് കൂട്ടിക്കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറ്റുകൂടാ നായിന്റെ മോനെ സണ്ണി ജോസേ? എനിക്ക് നാണവമാനം ഉള്ളത് കൊണ്ടാണ് നായിന്റെ മോനെ എന്നോട് വന്ന് തോന്നിയാസം പറയുന്നവന്മാർക്ക് നല്ല കാര്യമായിട്ട് ഞാൻ കൊടുക്കുന്നത്. നിന്റെ ഭാര്യയ്ക്ക് നാണവമാനം ഇല്ല, നിന്റെ അമ്മയ്ക്ക് നാണവമാനം ഇല്ലാത്തതുകൊണ്ട് നിന്റെ ഭാര്യയും നിന്റെ അമ്മയും പറയുന്നവന്മാരുടെ കൂടെ പോയി കിടന്നു കൊടുക്കും. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ടൊക്കെ എനിക്ക് പറ്റണമെന്നുണ്ടോ? എനിക്ക് നല്ല നാണവും മാനവും ഉണ്ട്. അതുകൊണ്ട് എന്റെ നാണത്തിനും എന്റെ മാനത്തിനും വില പറയുന്നവന്മാരെ കാലേ വാരി അങ്ങ് വലിച്ചു കീറും ഞാന്. അല്ല നിന്റെ ഭാര്യയെ പോലെ കിടന്നു കൊടുക്കത്തില്ല. നിന്റെ ഭാര്യയുടെ മാനത്തിന് വില പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നവന് ഭാര്യയുടെ ഉടുതുണി ഊരിക്കൊണ്ട് കൊടുത്തിട്ട് അയ്യോ എനിക്ക് നാണവും മാനവൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതാ എന്റെ ഭാര്യയെ തന്നേക്ക്, എനിക്ക് പറയുന്നതാ പ്രശ്നമെന്ന് പറഞ്ഞ് നിന്നെ പോലെ കൂട്ടിക്കൊടുക്കത്തില്ലടാ നായിന്റെ മോനെ. എന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വരും. എന്നോട് തോന്നിയവാസം പറയുന്നവന് തിരിച്ചു കൊടുക്കാതെ ഞാൻ ഇളിച്ചോണ്ടിരിക്കണം. നിന്നെ പോലെ കൂട്ടിക്കൊടുപ്പുകാരനെ പോലെ ഇരിക്കണോ? നിന്റെ ഭാര്യ കണ്ടവന്റെ കൂടെ കടന്നു കൊടുക്കുന്ന കണക്ക് ഞാൻ കടന്നു കൊടുക്കാൻ പറ്റുമോ? നിന്റെ ഭാര്യ അടുത്ത് വന്നിട്ട് നിന്റെ ഭാര്യ അടുത്ത് ചോദിക്കാൻ പറ്റും, നിന്റെ ഭാര്യയുടെ ബൂർതാന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അവള് തുറന്നു വെച്ച് കൊടുക്കുമായിരിക്കും. എനിക്ക് പറ്റത്തില്ലടാ നായിന്റെ മോനെ സാണി ജോസേ. പറഞ്ഞ മനസ്സിലായോ? എന്നോട് തുറന്നു വെച്ച് ചോദിച്ചാൽ നല്ല നല്ല ഒന്നാം തരവന്റെ അമ്മയുടെ, മനസ്സിലായോ, കോതത്തിനകത്തോട്ട് മിസൈൽ കയറ്റി അങ്ങ് അടിച്ചങ്ങ് കൊടുക്കും, പൊട്ടിത്തെറിച്ചാകട്ടെന്ന് പറഞ്ഞിട്ട്. കാരണം പെണ്ണനോട് സംസാരിക്കുമ്പോൾ തനിക്കും വീട്ടിലൊരു പെണ്ണുണ്ടെന്നും താനും ഒരു ഉമ്മായിൽ നിന്നും ജനിച്ചതാണെന്നും അല്ലെങ്കിൽ ഒരു അമ്മയിൽ നിന്നും ജനിച്ചതാണെന്നും തനിക്കും സഹോദരിയും ഭാര്യയും മക്കളും ഉണ്ടെന്നുള്ള ബോധത്തിൽ ഒരു പെണ്ണിനോട് സംസാരിക്കുന്ന സാമാന്യ മര്യാദയെങ്കിലും വെച്ചിട്ട് വേണം ലൈവിൽ വരുമ്പോൾ എന്നോട് സംസാരിക്കാൻ. അതുപോലും ഇല്ലാത്തവന്മാർക്ക് അല്പം ദയ പോലും എന്റെ ഭാഗത്ത് കിട്ടാൻ പോണില്ല. പറഞ്ഞ മനസ്സിലായോ? സിറാജ് കോഴിഞ്ചന, ദൈവമേ നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? മനുഷ്യനായതുകൊണ്ട് എത്ര സമാധാനത്തോടെ സംസാരിക്കുന്നത്. മനുഷ്യരല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത്. നിങ്ങളെപ്പോലുള്ള കോയന്മാരായിരുന്നെങ്കിൽ ഒരു കയ്യിൽ വാളും എടുത്തോണ്ട് മിഷീൻ കണ്ണും എടുത്തോണ്ട് വന്നു കഴിഞ്ഞേനെ ടുട്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 ടു എന്ന് പറഞ്ഞ് വെടിവെച്ചോ ബോംബിട്ടോ നിന്നെയൊക്കെ തീർത്തിട്ട് പോയേനെ. മനസ്സിലായോ? മനുഷ്യനായതുകൊണ്ടാ ഇങ്ങനെയെങ്കിലും സംസാരിച്ചെങ്കിലും പ്രതിരോധിച്ച് നിൽക്കുന്നത്. പിടികിട്ടിയോ? UDF എന്ന് പറയുന്ന ഉഡായിപ്പ് പ്രസ്ഥാനം സുഡാപ്പികൾക്ക് വേണ്ടിയിട്ട് സത്യമായിട്ടും ഡിജിറ്റ് TVMA അത് തന്നെയാണ്. ക്രിസ്ത്യൻ ജനതയെ പറ്റിച്ച് വോട്ട് വാങ്ങിച്ചുകൊണ്ട് സുഡാപ്പികൾക്ക് കൂട്ടിക്കൊടുക്കുക. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ക്രിസ്ത്യാനികളായ ഊളകൾക്ക് മനസ്സിലാകത്തില്ലല്ലോ. അടി കൊള്ളുമ്പോ പഠിച്ചോളൂ. അപ്പോഴേക്കും ഞാൻ പ്രത്യേകിച്ചും BJP-കാരോട് പറയുക, നിങ്ങൾ നോട്ടം ഇട്ട് വെച്ചോ. നിങ്ങളുടെ വോട്ട് ഷെയർ എണ്ണുന്ന സമയത്ത് പ്രിയ സഹോദരങ്ങളെ BJP-കാരെ, ഞാനൊരു പാർട്ടി പ്രവർത്തകനോട് സംസാരിക്കുന്നുണ്ട്. ഞാന് ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരെ ഞാൻ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയും അവരോട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടും.
മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞോളാം. പക്ഷെ BJP പ്രവർത്തകര് മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ ഭാഗത്ത് ഏത് ഭാഗത്താണ് വോട്ട് എണ്ണുന്ന സമയത്ത് വോട്ട് കുറഞ്ഞു വരുന്നെന്ന് പറഞ്ഞിട്ട് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ നോക്കുക. ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ഏരിയക്കകത്താണ് നിങ്ങളുടെ വോട്ട് ഷെയർ കുറയുന്നുണ്ടെങ്കിൽ ആ വൃത്തികെട്ട വന്യവർഗങ്ങളോട് ജന്മത്ത് നിങ്ങൾ വോട്ട് തേണ്ടി പോകരുത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാക്സിമം വോട്ട് ഹിന്ദുക്കളോട് നിങ്ങൾ വാങ്ങിക്കണം. അവന്മാരുടെ കാലി വീണോ, അവന്മാരത് ചോദിച്ചോ, നിങ്ങൾ വോട്ട് തിരക്കി പോകരുത് പ്രിയ സഹോദരങ്ങളെ. സ്വന്തം കുടുംബത്തെയും ഭാവിയും രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന മനഃപൂർവ്വം വന്ന് ക്രിസ്ത്യാനി വോട്ടിട്ടാ മതി. ഹിന്ദുക്കൾ നിങ്ങൾ അങ്ങനെയാ ചെയ്യേണ്ടത്. BJPക്കാർ നിങ്ങളുടെ സമൂഹത്തിലെ ആൾക്കാരോട് പോയിട്ട് നിങ്ങൾ വോട്ട് ചോദിക്കണം. ഈ വൃത്തികെട്ടവന്മാരുടെ മുമ്പിൽ കാലി വീണ് വോട്ട് ചോദിക്കാൻ നിങ്ങൾ പോകരുത്. ഈ പ്രാവശ്യം വോട്ടെണ്ണുന്ന സമയത്ത് ശ്രദ്ധയോടിരിക്കുക. കേരളത്തിൽ ഏത് സ്ഥലത്താണ് ക്രിസ്ത്യൻ ജനസംഖ്യയുള്ള ഭാഗത്താണോ ഇവന്മാര് കാലുവാരി നിങ്ങളുടെ വോട്ട് ഷെയർ കുറയ്ക്കുന്നതെന്ന് വെച്ചാൽ നോട്ടം ഇട്ട് വെച്ചിരിക്കുക. നെക്സ്റ്റ് പ്രാവശ്യം 1,00,000 വന്നാൽ ഇവന്മാരുടെ അടുത്ത് പോകാനേ പാടില്ല, ഇവന്മാരുടെ കാലി പിടിക്കാൻ പാടില്ല. കൊടുക്കട്ടെ നായിന്റെ മക്കള് UDFനും കമ്മ്യൂണിസ്റ്റും എന്ന് പറഞ്ഞ് വിട്ടേക്കണം ഇവന്മാരെ. എന്നിട്ട് നിങ്ങളുടെ ജനതയെ, നിങ്ങൾ ഹിന്ദുക്കളെ സംഘടിപ്പിക്കുക, ഹിന്ദുക്കളെ ഏകീകൃതമാക്ക്. എന്നിട്ട് നിങ്ങൾ വോട്ട് ഷെയർ കൂട്ടാൻ നോക്ക്. ഇവന്മാരെ വിശ്വസിച്ചാൽ ഇവന്മാരെ എല്ലാ ദിവസവും കാലുവാരി നിങ്ങളുടെ മുമ്പിൽ ചിരിച്ച് പല്ലടിച്ച് കാണിക്കും. വോട്ടിടാം. അയ്യോ അതെന്താ, ഇങ്ങനെയൊക്കെ കാണിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ കാലുവാരുന്നത് വേറെ വഴിക്ക് കൂടിയായിരിക്കും. അതുകൊണ്ട് ആ ഒരു ബുദ്ധി നിങ്ങൾ ഹിന്ദുക്കളെ ചിന്തിക്കുക. ഇവന്മാരുടെ മുമ്പിൽ ഇരക്കരുത് ദയവ് ചെയ്ത്. ഈ പ്രാവശ്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പ്രാവശ്യത്തെ വോട്ടെണ്ണലിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഏത് ഭാഗത്താണ് ഈ വോട്ടെണ്ണൽ വരുന്ന സമയത്ത് മുന്നിൽ നിൽക്കുന്ന BJPയുടെ വോട്ട് ഷെയർ കുറയുന്നത് നിങ്ങൾ കൗണ്ട് ഡൗൺ ചെയ്തേക്കണം. അത് ക്രിസ്ത്യാനി ഭൂരിപക്ഷമുള്ള ഏരിയക്കകത്താണ് നടക്കുന്നതെങ്കിൽ അത് കൂട്ടത്തോടുകൂടി അച്ഛന്മാരുടെയും പള്ളിക്കാരുടെയും നിർബന്ധപ്രകാരം നടക്കുന്ന ഏതോ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നടക്കുന്ന വോട്ട് ഷെയറിന്റെ മാറ്റമാണ് അവിടെ നടക്കുന്നതെന്നുള്ളത് പിടികിട്ടിക്കൊള്ളണം. പിന്നെ നാണം കെട്ടുപോയി ഈ ഉളുപ്പ് കെട്ടവന്മാരുടെ മുമ്പിൽ പിന്നെ അടുത്ത വർഷം പോയി തെണ്ടാൻ നിൽക്കരുത്. വിട്ടേക്കണം. പോയി ഏതവനെങ്കിലും പോയി വോട്ടിടട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പരമാവധി ഹിന്ദുക്കളെ ഐക്യമതായിട്ട് അവരുടെ വോട്ടുകൾ പിടിച്ചു വാങ്ങാൻ നോക്ക്. അവരെ കൂടെ നിർത്തി വോട്ട് വാങ്ങിക്ക്. അവരെ കൂടെ നിർത്ത്. രാജേഷ് അടൂർ, എടാ പടാ നീ ഫേസ്ബുക്കിനകത്ത് കിടന്ന് കമിഴ്ന്ന് കിടന്ന് കരഞ്ഞു മെഴുകാതെ ഇറങ്ങിപ്പോയി കിടന്ന് നീ പോയി ഉറങ്ങടാ. മനസ്സിലായോ? അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും നെക്സ്റ്റ് ഇലക്ഷന് ഇവന്മാർ വോട്ടിട്ടിട്ടില്ലെങ്കിൽ, ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഊളവർഗം വോട്ടിട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ സംഘടിതമായിട്ട് ക്രിസ്ത്യാനികളിൽ നല്ല ഒത്തിരി ആൾക്കാർ, നിങ്ങൾക്കിപ്പം വോട്ട് ഷെയറിൽ നല്ലൊരു ഭാഗവും ക്രിസ്ത്യാനികൾ തന്നെയാണ് തരുന്നത്. അതിനകത്ത് ഒരു മാറ്റവുമില്ല. പക്ഷെ അതെല്ലാം അവരുടെ വ്യക്തി ബോധത്തിന്റെ പേരിലാണ്, അല്ല ഒരു അച്ഛൻ പറഞ്ഞതിന്റെ പേരിലാണ്. പക്ഷെ അച്ഛനെയും പാതിരിയാരെയും നമ്പിയൊന്നും നിങ്ങൾ വോട്ട് ചോദിച്ച് അവന്മാരുടെ അരമനകളിൽ കയറി നിരങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീടുകളിൽ സ്ത്രീകളുടെ ക്രിസ്ത്യൻ വീടുകളിൽ നിങ്ങൾ കയറിയാൽ പോലും നിങ്ങൾ സ്ത്രീകളുടെ വീടുകളിൽ പിന്നെ ക്രിസ്ത്യൻ വീടുകളിൽ കയറിയാൽ പോലും ഈ അരമനയിലെ അച്ഛന്മാരുടെ കയ്യിൽ പോയും പാതിരിമാരുടെ കയ്യിലും പോയി ദയവ് ചെയ്ത് മുസ്ലിങ്ങളെ BJPക്കാരെ നിങ്ങൾ വോട്ട് ചോദിക്കരുത്. ദയവ് ചെയ്ത് നിങ്ങളുടെ വില കളയരുത്. ഇവന്മാര് നിങ്ങളുടെ മുമ്പിൽ ഇളിച്ചു കാണിച്ചിട്ട് അപ്പുറത്ത് മാറിയുന്നുകൊണ്ട് UDFന് വോട്ടിടാൻ പറഞ്ഞു കൊടുത്ത് ഓടിയിപ്പിച്ച് നിങ്ങളെ കളിയാക്കുന്നവന്മാരാ. കാരണം മനഃപൂർവ്വം അവരത് എന്ത് പറയുന്ന സുഡാപ്പികൾക്ക് വേണ്ടി പണിയെടുക്കുന്നവന്മാരാ. അച്ഛന്മാർക്ക് അവന്മാരുടെ വയറ് വീർപ്പിച്ചാൽ മതിയല്ലോ, പുരോഹിതന്മാർക്ക് അവരുടെ വയറ് വീർപ്പിച്ചാൽ മതി, അവർക്ക് എവിടെ നിന്നും കാശ് കിട്ടിയാൽ മതി. പാവപ്പെട്ട കുഞ്ഞാടുകൾ സഭയിലെ ജനങ്ങൾക്ക് ആരടി കൊടുത്താലും ശരി, സുഡാപ്പികൾ കയറി വന്നവരുടെ കഴുത്തറുത്തിട്ട് പോയി. എന്താ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോഴത്തേക്കും ഈ നായിന്റെ മക്കൾക്ക് വല്ല ഗുണവും ഉണ്ടായിരുന്നോ? ആ ജോസഫ് മാഷിന്റെ കുടുംബത്തെ നശിപ്പിച്ച് തകർത്തവന്മാരല്ലേ. സ്വന്തം സമൂഹത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ കൈ വെട്ടിയെടുത്തെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യന് വേണ്ടിയിട്ടാണോ കൂട്ടുന്നത്? അല്ല, SDP വേണ്ടിയിട്ടാണ് അവന്മാര് കുഴലൂതി കൊടുത്തത്. ഈ പുരോഹിത വർഗം, ഈ വൃത്തികെട്ടവന്മാര്. ആ സ്ത്രീ ആത്മഹത്യക്ക് വേണ്ടി പോയി. ആ ഭാര്യ, ആ മകന്റെ അവസ്ഥയോ? ആ മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ മനുഷ്യന്റെ കൈമാരി വെട്ടിയെടുത്തത്? അല്പം പോലും ദയയില്ലാത്തവൻ, മനസാക്ഷിയില്ലാത്തവൻ, സ്വന്തം സമൂഹത്തിൽപ്പെട്ട ഒരുത്തനെ ആ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പ്രൊഫസറായിരുന്ന ഒരു മനുഷ്യനെ കൈ വെട്ടിയെടുത്തപ്പോൾ പോലും മനസാക്ഷി കെട്ടവന്മാര്, ഈ പുരോഹിത വർഗവും ഈ ബിഷപ്പ് വർഗവും എന്ന് പറഞ്ഞ മനസാക്ഷി കെട്ടവന്മാര് ആ കോളേജിൽ നിന്നും അയാളെ പിരിച്ചുവിട്ടു. അയാളുടെ ജോലി നശിപ്പിച്ചു, ഭാര്യ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു, മകനെ വലിയൊരു ദുരന്തത്തിലേക്ക് ആഴ്ത്തിവിട്ടു. ഇന്നും ആ മനുഷ്യന്റെ ജീവിതം തീരാ ദുഃഖത്തിലേക്ക്
പോയിരിക്കുക. മനസ്സിലായോ? ഷെഫീഖ് സാബു ആയിഷനെയാണോ വെടിയെന്ന് വിളിച്ചത്? ആയിഷ ജെറുസലേം വെടിയല്ല, മക്ക വെടി, മക്ക. കൊതമതിന്റെ ഭാര്യ ആയിഷനെയാണോ വിളിച്ചതെങ്കിൽ അവൾ ജെറുസലേം വെടിയല്ല മോനെ, അവള് മക്കയിലെ വെടിയാ, മദീനയിലെ വെടി. മനസ്സിലായോ? നല്ല ഒന്നാം തരം വെടിയായിരുന്നു, അതുകൊണ്ടാണ് സഫാന് ഇഷ്ടപ്പെട്ടത്, കൊണ്ടുപോയത്. പിന്നെ ഇത്തിക്കർ പനങ്കോടൻ, ഇഫ്തിക്കർ പനങ്കോടൻ, കൊതംറാണി ആര്? ഉമ്മയോ? അയ്യോ, എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. ഇഫ്തിക്കർ പനങ്കോടൻ, നിന്റെ ഉമ്മ കൊതംറാണി ആയിരുന്നു എന്നുള്ള അറിയത്തില്ലായിരുന്നു. അപ്പൊ ശരി, നിന്റെ കൊതംറാണി ഉമ്മയ്ക്കൊരു ഹായ്. ഇഫ്തിക്കർ എന്തുവാ അതിന്റെ പേരെന്തുവാ? ഇഫ്തിക്കർ ഷെഫീഖ് സാബു, തുലുക്കന്മാരുടെ വെടിയായിട്ടിരിക്കുന്ന ആയിഷയും ആമിനയുടെയും കഥയാണോ പറയുന്നത്? അവര് ബംഗറിലാണോ ഇല്ലയോ വെടിവെച്ചതെന്ന് എനിക്കറിയത്തില്ല, അത് സഫാനോട് പോയി ചോദിക്കണം. മനസ്സിലായോ? അത് സഫാനോട് പോയി ചോദിക്കണം. എന്തുവാ ഷെഫീഖ് സാബു എന്തുവാ തുലുക്കന്മാരുടെ വെടിവെച്ച് നടക്കുന്ന വെടിവെച്ചാങ്കോയിൽ ആയിഷ അത് ബംഗറിലിരുന്നാണോ വെടിവെച്ചത്, അല്ലാതെയാണോ വെടിവെച്ചത്? അവളോട് പോയി ചോദിക്കണം. എന്നോട് ഒന്ന് ചോദിച്ചാൽ എനിക്ക് വല്ല അറിയാവും. നിങ്ങളുടെ ഖുർആന്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന കഥകളെല്ലാം വായിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അത് ഞാൻ വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം. ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് വന്ന് ചോദിച്ചോളൂ. കൊതമത് കോയ കടലിൽ തൂറാൻ പോയപ്പോൾ മാനത്തെ ഹൂറികളെല്ലാം കൈകൊട്ടിപ്പാടി കോയ മുക്കിത്തൂറ് 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 കോയ മുക്കിത്തൂറ് 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 എന്ന് പറഞ്ഞ് കോയ മുക്കി തൂറി എറിഞ്ഞ പുസ്തകമാണല്ലോ കയ്യിലിരിക്കുന്നത് തൂറാൻ. അപ്പൊ തൂറാന്റെ പുസ്തകം വെക്കുമ്പോഴത്തേക്കും കൊതമ്പെടി റാണിയായ ആയിഷയുടെ കഥ പറയേണ്ടി വരും നിങ്ങൾക്ക്. ആയിഷയുടെയും ആമിനത്താത്തയുടെയും ഈ കഥകളല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ വന്ന് എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് അതൊക്കെ വിശദീകരിച്ച് റീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം ക്ലാസ് എടുത്ത് തരാം നിങ്ങൾക്ക്. പിന്നൊരു ദിവസം ഞാൻ വരാം. ഇപ്പൊ സീരിയസ് ആയിട്ട് കേരളത്തിൽ നടക്കുന്ന ഇലക്ഷന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. കേട്ടോ ഷെഫീഖെ? നൗഷാദ് പന്തൂർ നൗഷാദ്. നീ ആരാടി പറയാനെന്നോ? എന്നോട് ചോദിക്കുമ്പോൾ പിന്നെ പറഞ്ഞു കൊടുക്കാതെ നൗഷാദ്. എന്നാ നീ വന്നിരുന്ന് പറ ലൈവില്. നിന്റെ കൊതമ്പെടി ആയിഷയുടെ കഥ ഒന്ന് പറഞ്ഞു കൊടുക്കടാ. നിന്റെ കൊതമ്പതിന്റെ കഥയും പറഞ്ഞു കൊടുക്ക്. എനിക്ക് വയ്യാട്ടോ. നൗഷാദിന് പോയി ചോദിക്കും ഞാൻ ആരാ പറയുന്നത്. നിങ്ങൾക്ക് തന്നെ പറയാൻ ഒരുപാട് പേരുണ്ടല്ലോ, പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത് സത്യമാ. ഉസ്താദുമാര് നല്ല വൃത്തിയാണം വെട്ടി വെളുപ്പിച്ച് പറയുന്നുണ്ട്. അനസ് തങ്ങള് കൊതമത് തൂറാൻ പോയപ്പോൾ അനസ് തങ്ങള് എനിക്ക് കൊതമത് നബിയുടെ മൂത്രമെങ്കിലും തീട്ടമെങ്കിലും ഒന്ന് കിട്ടിയിരുന്നുവെങ്കിൽ അങ്ങനെ അനസിനോട് കൊതമത് നബി പറഞ്ഞു, പോയി വെള്ളം എടുത്തോണ്ട് വാ അനസേ എന്ന് പറഞ്ഞപ്പോൾ ആ തോൽപാത്രത്തിൽ ഇങ്ങനെ വെള്ളം എടുത്തോണ്ട് വന്നപ്പോൾ അനസ് തങ്ങൾ ഇങ്ങനെ പോയി ഇരുന്നു കൊണ്ട് നമ്മുടെ കൊതമത നബി തൂറിക്കൊണ്ടിരിക്കുന്ന തീട്ടത്തെ അത്യാഗ്രഹത്തോടെ നോക്കി അതൊന്ന് വായി തിന്നാൻ പറ്റുമോ എന്ന് പറഞ്ഞ് നോക്കുമായിരുന്നു. നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും കുറച്ചു നേരം ഇങ്ങനെ അത്യാഗ്രഹത്തോടെ അത് ഇങ്ങനെ വിട്ടി തിഴുങ്ങാമെന്ന് നോക്കുമ്പോഴായിരിക്കും അത് ഭൂമി പിളർന്ന് എടുത്തോണ്ട് പോയെന്ന്. ഭൂമിക്ക് പോലും അത് വേണമായിരുന്നു എന്ന്. മനസ്സിലായോ? അപ്പൊ ഈ കഥകളൊക്കെ നിങ്ങളുടെ ഉസ്താദുമാര് പറയുന്നുണ്ട്. ശരിയാ, ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ പോയിരുന്നു ഉസ്താദിനോട് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കിക്കോ. എന്നെക്കാൾ നല്ല വെടിപ്പായിട്ടും വൃത്തിയായിട്ടും ഉസ്താദുമാര് വിവരിക്കുന്നുണ്ട് ഈ കഥകളൊക്കെ. ഞാൻ പിന്നെ വന്ന് വിവരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്റെ സമയം മെനക്കെടുത്തി നിങ്ങൾ ലൈവിൽ വന്നിരുന്നിട്ട് കൊതമ്പെടി എന്തുവാ ആയിഷയുടെ കഥയോ ആമിനത്താത്തന്റെ കാര്യമോ ഒന്നും എന്നോട് ചോദിക്കരുത് ദയവ് ചെയ്ത്. വെടിവെക്കുന്ന കഥകളെല്ലാം നിങ്ങളുടെ തോറാന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പോയിരുന്നു അല്ല ഉസ്താദുമാരോടും പോയിട്ട് നമ്മുടെ ആയിഷ വെടിയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമാ ഉസ്താദേ എന്ന് കമന്റ് ഇടണം. അല്ലെങ്കിൽ നമ്മുടെ ആമിനത്തത്ത വെടിയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ ഉസ്താദേ എന്ന് കമന്റ് ഇടണം. അല്ല റീനടുത്ത് ഒന്നല്ല ചോദിക്കേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? എന്നാ വണ്ടി വിട് ഇവിടുന്ന്.
സുമേഷ് മീനത്തേത്തിൽ ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം നിങ്ങൾക്ക് ആരും തീരെഴുതി തന്നിട്ടുമില്ല. അത് നോക്കാൻ ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ ഉപദേശം വേണ്ട, നീ പോടാന്ന് അതിന്റെ മോനെ. നിനക്കാണോ ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം എഴുതി തന്നിരിക്കുന്നത്? എടാ വിവരം കേട്ടവനെ, നിന്റെ പേരിലാണോ എഴുതി വെച്ചിരിക്കുന്നത്? അതിന്റെ പേരെന്താ? സുമേഷ് മീനത്തേത്തിൽ. അതിന് നീ എന്തുവാ തുലുക്കന്മാർക്ക് കൊതം കൊടുത്തോണ്ട് ജീവിക്കുന്ന നീ എങ്ങനെയാ ഹിന്ദു ആകുന്ന? നല്ല ഹിന്ദുക്കൾ ഇവിടെ ഉണ്ട്. നീ ഹിന്ദു അല്ല, നീ ഹിന്ദു ആകണ്ട. നീ നീ ഹിന്ദുക്കളുടെ അട്ടിപ്പേർ എടുത്തോണ്ട് ഇങ്ങോട്ട് വരെയും വേണ്ട. ഞാനിവിടെ ആരുടെയും ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം ഞാനിവിടെ പറയാൻ വേണ്ടി വന്നില്ല. ഞാൻ പറഞ്ഞോ ഹിന്ദുക്കളെ മുഴുവൻ ഉണ്ടാക്കിയിട്ടത് ഞാനാണെന്ന് പറഞ്ഞ്? ചേറ്റേ, നിന്റെ കാര്യവേ നീ അങ്ങ് നോക്കിയാ മതി. മനസ്സിലായോ? ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശവും എടുത്തോണ്ട് നീ വന്നിട്ട് നീ ഹിന്ദുക്കളെ ഉപദേശിക്കാൻ നീ നടക്കണ്ട. നിന്റെയൊക്കെ ഉപദേശം ഞങ്ങൾ കേട്ടതാ. നിന്റെയൊക്കെ ഉപദേശം കാരണമാ ഹിന്ദുക്കൾ അവിടെ ഇവിടെ കിടന്ന് അടികൊള്ളുന്ന നായിന്റെ മോനെ. പറഞ്ഞ മനസ്സിലായോ? നിന്റെയൊക്കെ ഉപദേശം കാരണമാ നിന്റെയൊക്കെ കൂടെ ഉള്ളവന്മാര് കിടന്ന് അടികൊള്ളുന്നത്. ഗോപാലകൃഷ്ണനെ മാപ്രകൾ എടുത്തിട്ട് എന്തുവാ പുറകെ നടന്ന് വാലേ മാപ്രകൾ മുഴുവനും പിച്ചു ചീന്താൻ നോക്കുന്നത് നിന്റെയൊക്കെ കയ്യിലിരിപ്പാടാ ചെറ്റകളെ. മതമാണ് ഞങ്ങൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ മലപ്പുറത്ത് നിന്ന് കോയ വിളിച്ചു പറയുന്നുണ്ടല്ലോ. ആ കോയ പറഞ്ഞപ്പോഴത്തേക്കും മതമല്ലേ എവിടെ പറഞ്ഞത്? ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പം മാത്രം അത് മതമായോ? ചേറ്റേ, സുമേഷ് മീനത്തേത്തിൽ അങ്ങ് ഇറങ്ങിയിരിക്കുക. ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം നീ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹിന്ദുക്കളെ എന്തുവാ അവരുടെ കഴുത്തിനകത്തോട്ട് അണ്ണാക്കിനകത്തോട്ട് കുത്തിക്കയറ്റാൻ പോകുമ്പോഴുണ്ടല്ലോ നല്ല വളച്ചിട്ട് കൊടുക്കാൻ നോക്ക്. തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ. കാദർ ഇരിട്ടി, ആമിനത്താത്ത ഒരു പരട്ട വെടി അല്ലേടി പൂമോളെ. അത് സത്യമാണ്. അയ്യേ, അതറിയത്തില്ലായിരുന്നോ കാദർ ഇരിട്ടി? അതെന്നോടാണോ ചോദിക്കുന്നേ? എന്റെ പൊന്നു സഹോദരങ്ങൾ, ഇവന്മാർക്ക് വട്ടാണോ? ആമിനത്താത്ത ഒരു പരട്ട വെടി അല്ലേടി പൂമോളേന്ന്. അത് സത്യമാണ്. അയ്യോ, അതിപ്പം നിങ്ങളുടെ ഉസ്താദുമാര് തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? കാദർ ഇരിട്ടി, എനിക്ക് വയ്യ. ലിയ ജോർജ്, മക്കളെ നല്ലൊരു പ്രൊഫൈൽ ഇട്ടിട്ടോ. കൊണ്ടൊക്കെ നിങ്ങൾ പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോ കുറച്ചുകൂടി വൃത്തിയും വെടിപ്പുള്ള പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വാ. ഷെടാ, വെച്ച് പ്രൊഫൈൽ ഉണ്ടാക്കിക്കൊണ്ട് വരുവാ. ഒരു വൃത്തിയും വെടിപ്പും ഒക്കെ വേണ്ടേ? നൌഷാദ് പണത്തൂർ, നൌഷാദ് കേരളത്തിൽ എപ്പോഴാ വാണ് വരുന്നത്? ഞാൻ പോസ്റ്റർ അടിച്ച് ഒട്ടിച്ചിട്ട് വരാം. ഇലക്ഷന് പോസ്റ്റർ അടിക്കത്തില്ലേ? അത് കണക്ക് വലിയൊരു പോസ്റ്റർ അടിച്ച് ഞാൻ അതെ. ശ്രീ വി കെ, കോൺഗ്രസ് വന്നാൽ ആദ്യം സ്കൂൾ ടൈം മാറ്റും. സഫീർ പി ഈ മയിര് എപ്പോഴാ തൂർന്നത്? എന്തിനാ നിന്റെ വായ കൊണ്ടുവന്ന് വെച്ച് തരാനോ കക്കൂസിന് പകരം? അതിനെന്താ പാർസലാക്കി അയച്ചു തന്നാ മതിയോ? സഫീർ അനസിന്റെ ഗോതമ്പ് കോയയുടെ തീട്ടത്തിന് വേണ്ടി അനസ് പോയി നിന്നതൊക്കെ എനിക്ക് നല്ല വലിയ വൃത്തിയാണ് അറിയാം. സഫീർ എന്റെ തീട്ടം കിട്ടിയിട്ട് നിനക്കെന്ത് ചെയ്യാനാടാ? ഒരു കാര്യം ചെയ്യ്, എന്തായാലും കമന്റ് ഇട്ട് വന്നതല്ലേ, നീ താഴെ ഒരു അഡ്രസ്സും കൂടി എഴുതി വെക്ക്. നിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ എഴുതി വെക്ക്. ഞാൻ നാളെ ഇന്നെന്തായാലും കുറെ ലേസും ഒക്കെ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വയറിളകി തൂറാൻ സാധ്യത ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഏത് തീട്ടമാണെങ്കിലും പാർസലാക്കി അയച്ചു തരാൻ ഞാൻ ശ്രമിക്കാം, എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ. ഇനി അത് ഷോക്കേസിൽ വെച്ചിരുന്ന് ആസ്വദിക്കാനാണോ അത് തിന്നാനാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ തീട്ടത്തിനൊക്കെ എത്ര വിവരമെല്ലാം ചോദിക്കൂ, എന്തുവാ ആവേശത്തോടെ ചോദിക്കുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു കോതമ്പത്തിന്റെ തീട്ടത്തിന് വേണ്ടി മാത്രമായിരിക്കും നിങ്ങളൊക്കെ ആവേശത്തോടെ എന്തുവാ പോയിരിക്കുന്നത്. മനസ്സിലായോ? അത് കൊള്ളാം.
ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം എടുക്കാൻ വേണ്ടിട്ട് ഒരുത്തൻ വന്നിട്ടുണ്ട്. ഹിന്ദുക്കളെ കാലേമാരി തല്ലുമ്പം തിരിഞ്ഞു നോക്കാത്തവന്മാര് വന്നിട്ട് ആ ഡയലോഗ് ഇടുന്നത്. എടാ, ഞാൻ ക്രിസ്ത്യാനി ആണെങ്കിലും ഒരു ഹിന്ദുവിനെ പറഞ്ഞാലും ഞാൻ തിരിച്ചു ചോദിക്കും. പറഞ്ഞ മനസ്സിലായോ? കാരണം ചോദിക്കുന്ന ഈ ഹിന്ദുക്കളുടെ നെറുകയ്ക്ക് അടിക്കുന്നവൻ ആരാണെന്ന് എനിക്ക് നല്ല വൃത്തിയാണോ അറിയാമല്ലോ. അതുകൊണ്ട് ഹിന്ദുക്കളെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇതുപോലുള്ള വട്ടന്മാർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഹിന്ദുവിന്റെ അട്ടിപ്പേർ അവകാശമൊക്കെ എടുത്തോട് നടക്കുന്നവന്മാർ. ഞാൻ ആരുടെ അട്ടിപ്പേർ അവകാശം, ഹിന്ദുവിന്റെ അട്ടിപ്പേർ അവകാശവും എനിക്ക് വേണ്ട, ക്രിസ്ത്യാനിയുടെ അട്ടിപ്പേർ അവകാശം വേണ്ട. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുമെന്ന് പറഞ്ഞ കണക്ക് ജെറുസലേമിലാണ് റീന ഇരിക്കുന്നത്, ഞാൻ സുരക്ഷിതത്വത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളൊക്കെ അടികൊണ്ട് ചാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ, തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാ. അത് ഹിന്ദു ആണെങ്കിലും അത് ക്രിസ്ത്യാനി ആണെങ്കിലും. കാരണം നാളൊരു കാലത്ത് എന്ത് പറഞ്ഞ നിങ്ങളുടെ സമൂഹത്തിൽ സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി ജീവിക്കണം. അല്ലാതെ അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട്. നിന്റെയൊക്കെ കാലന്മാർ എന്ന് പാട്ടുപാടിയതിനകത്ത് റൗഫിക്കം 5 വരുവേ ഉള്ളോ? ആണോ പ്രിയ സഹോദരങ്ങളെ? അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് പറഞ്ഞൊരു പിഞ്ചു പയ്യന്റെ വായിൽ നിന്നും ഇത് ഉരുത്തിരിഞ്ഞപ്പോ ആ പയ്യനെന്തിയെ? ആ പയ്യനെ കൊണ്ട് പാടിപ്പിച്ചവരെന്തിയെ? റൗഫിക്ക മാത്രമാണോ പാടിപ്പിച്ചത്? ഇന്ന് റൗഫിക്കയും അതിൽ തൂങ്ങി നിൽക്കുന്ന തലപ്പത്ത് നിൽക്കുന്ന 5-6 പേരും മാത്രമേ ഉള്ളൂ. എവിടെ നിൽക്കുന്നവര്? പോയി തീകാറിൽ കിടക്കുന്നവര്. ബാക്കി എല്ലാവന്മാരും എവിടെ പോയി? കോൺഗ്രസിനകത്തോട്ട് കയറി, മുസ്ലിം ലീഗിന്റെ അകത്തോട്ട് കയറി, കമ്മ്യൂണിസ്റ്റിനകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോഴും അവന്മാര് ശേഷിപ്പുണ്ട് കേരളത്തില്. വിഡ്ഢി ജനമേ, ഇപ്പോഴും അവന്മാര് ബാക്കിയുണ്ട്. ആ വിളിച്ചു കൂവിയവന്മാര് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും അവന്മാർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യമാണ് മുനീർ ടിക്ടോക്ക്. എന്താണ് നിന്റെ പേര് ടിക്ടോക്ക് എന്നായത്? മുനീറേ, എന്താ പേര്? അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞവന്മാര് ഇപ്പോഴും കേരളത്തിനകത്ത് ബാക്കി കിടപ്പുണ്ട്. അതൊന്നും പോയിട്ടില്ല. നിങ്ങൾ എന്തുവാ വിചാരിച്ചോണ്ടിരിക്കുന്നത്? കോയന്മാരുടെ മനസ്സിനകത്തിരിക്കുന്ന സാധനത്തെ കുറിച്ച് ഇവന്മാർ പതുങ്ങുമ്പോ സൂക്ഷിക്കണം. നിങ്ങള് മിണ്ടാതിരിക്കുമ്പോ സൂക്ഷിക്കണം. ഇവന്മാർ പതുങ്ങിക്കിടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? BJPയുടെ ഭരണവും RSSും മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. സാദിഖ് യെസ്, ഈ തീട്ടം എന്നാണ് യഹവാസം വടിയുന്നത്. അയ്യോ, അത് വെടിഞ്ഞായിരുന്നു, അറിഞ്ഞില്ലായിരുന്നോ സാദിഖേ? അത് 6-ാം നൂറ്റാണ്ടിലെ വെടിയായിപ്പോയി ആ തീട്ടം. ഇതൊന്നും അറിയാതെയാണ് 21-ാം നൂറ്റാണ്ടിൽ സാദിഖ് യെസ്സേ നീ ഇരിക്കുന്നത്. കഷ്ടം. കാലം മാറിയതൊന്നും അറിഞ്ഞില്ല. ഇപ്പോഴും അവൻ 6-ാം നൂറ്റാണ്ടിലെ കൊതമതിന്റെ കൂടെ തന്നെ അവൻ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ യുവഹാസം എന്ന ആ തീട്ടം വെടിയുന്നതെന്ന് അവൻ ചോദിക്കുന്നത്. ആ കൊതമതിന്റെ ആ തീട്ടം എപ്പോഴേ കാഞ്ഞുപോയി. ഒരു ജൂത സ്ത്രീ കൊടുത്ത വിഷത്തിനകത്ത് നല്ലപോലെ പുഴുത്ത് നരച്ച് ചത്ത് മണ്ണടിഞ്ഞിട്ടുണ്ട് സാധനം. ശവം എവിടെ കൊണ്ട് കുഴിച്ചിട്ടെന്ന് പോലും അവർക്ക് പോലും എന്ത് ചെയ്യുന്നില്ല, അറിയാത്ത അവസ്ഥയിൽ അവർ കിടക്കുന്നത്. അതുപോലും അറിയാത്തവൻ 21-ാം നൂറ്റാണ്ടിൽ വന്നിരുന്നിട്ട് ചോദിക്കുക അവന്റെ കോയ, അവന്റെ കൊതമത് കാക്ക എന്തുവാ എപ്പോഴാ മരിച്ചു പോയെന്ന്, ഇഹവാസം വെടിഞ്ഞെന്ന്. അതറിയണമെങ്കിൽ അതിലും പോണം ഒരു ഉസ്താദിനോട്. പോയി ചോദിക്കും, ഉസ്താദേ ജൂത സ്ത്രീ കൊടുത്ത വിഷത്തിനകത്ത് എന്റെ കോയ മരിച്ചു പോയതെന്നാണെന്ന് പറഞ്ഞിട്ട്. എന്റെ കൊതമത് കോയ എന്നാ മരിച്ചത്. അതൊന്നും അറിയാതെ വന്ന് എന്നോട് കമന്റ് ഇടരുത്. പറഞ്ഞ മനസ്സിലായോ? കഷ്ടം. അതുകൊണ്ട് അത്യാവശ്യം എന്റെ ലൈവിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ ഇരിക്കുന്ന ആൾ ആരാന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടും ചോദിച്ചിട്ടും ഒക്കെ ലൈവിൽ കയറി വരുന്നതാണ് നിങ്ങളുടെ നന്മയ്ക്ക് നല്ലത്. മനസ്സിലായോ? റിയ കുറച്ച് മാന്യത കാണിച്ചുകൂടെ? എന്നോട് മാന്യതയാണെങ്കിൽ ഞാനും കാണിക്കും. ഇപ്പൊ എത്രയോ പേര് കമന്റ് ഇടുന്നു, എല്ലാവർക്കും ഞാൻ മറുപടി കൊടുക്കുന്നുണ്ടോ? മാന്യമായി കമന്റ് ഇടുന്നവരെല്ലാം മിണ്ടാതെ പോകുന്നുണ്ട്. കമന്റ് ഇട്ട് അജി വി അബ്ദു, നീയൊക്കെ ഭൂലോക ദുരന്തമാണല്ലോ മോളെ. അതേടാ, കൊതമത് പോയ വലിയൊരു ഭൂലോക ദുരന്തം. ആ ദുരന്തത്തിന്റെ സന്തതി പരമ്പരയായ നീയൊക്കെ അതിനേക്കാളും വലിയൊരു ഭൂലോക ദുരന്തം.
അതെല്ലാവർക്കും അറിയാവുന്ന, ആ ദുരന്തം അറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കിടന്ന് കരയേണ്ടി വരുന്നത്. പറഞ്ഞ മനസ്സിലായ? അജീവി അബ്ദു. എന്താടാ അജിയും വിയും അബ്ദുവും? ഒരു പേരിനൊരു ചേർച്ചയില്ലല്ലോ നിന്റെ പേര്. അജിയും വിയും അബ്ദുവുമായിരിക്കുമ്പോൾ അജി ഹിന്ദു പേര്, ക്രിസ്ത്യൻ പേര്. ഈ അബ്ദു ഓക്കെ കോയയുടെ പേര്. ഈ അജി എന്നുള്ള പേര് നിനക്ക് ആരാടാ ഇട്ട് തന്നത്? അബ്ദു. അവിടെ വരേണ്ടത് കൊതമത് അബ്ദു എന്നല്ലേ വരേണ്ടത്. അപ്പൊ കറക്റ്റ് ആയിരുന്നേനെ. എവിടെയോ എന്തോ ഒരു തകരാറുള്ളത് പോലെ. അത് പോയി ഒന്ന് ശ്രദ്ധിക്കും മോനെ. ചെല്ല്, ഒന്ന് പോയിട്ട് വാ, ഉമ്മാന്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് വാ. ഉമ്മ എവിടെയോ എന്തോ ഒരു തകരാറ് മണക്കുന്നല്ലോ ഉമ്മ എന്ന് പറഞ്ഞു പോയി ചോദിച്ചിട്ട് വാ. ചെല്ല് കേട്ടോ അബ്ദു. എന്നിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. എന്നോട് മാന്യത കാണിക്കുന്നവരോട് ഞാൻ മാന്യതയാ. സാദിഖ് എസ്. സംഖ്യകൾക്കെല്ലാം ഇപ്പോൾ ശരിയാകും. ജെറുസലേം മിക്കവാറും ഭൂപടത്തിൽ നിന്നും ഇല്ലാതെയാകും. നിന്റെ അഹന്തതയെല്ലാം റെഡിയാകും. ഇറാൻ. ആഹാ, എന്ത് നടക്കാത്ത സ്വപ്നം. ശരിയാ, സ്വപ്നം കാണാൻ കാശ് വേണ്ടല്ലോ. ഇരുന്ന് കണ്ടോ. കൂട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉണ്ടല്ലോ, എയും ഉണ്ടല്ലോ. അവനെയും കൂടി കൂട്ടി ഭൂപടത്തിൽ നിന്നും ഇസ്രായേലിനെ എടുത്തു മാറ്റിയിട്ടിരുന്ന് സ്വപ്നം കണ്ടോ നീ? ജെറുസലേമിനെ തൂക്കിയെടുത്തോ? എന്നിട്ട് ജെറുസലേം ഇല്ലാത്തൊരു ഭൂപടം നോക്കിയിരുന്നിട്ട് ആഹാ ദാസ ഇത് കാണാൻ എന്ത് സുഖവാ ദാസ എന്ന് പറയുന്നത് പോലെ ആശ്വസിക്കടാ സാദിഖസേ. ഒന്നാം തരം കോമഡി ഇട്ടിട്ട് അവൻ തന്നെ ചിരിക്കുവാ, റെഡിയാക്കും ഇറാൻ എന്ന്. അതെ, ഇറാൻ പടമായിട്ടുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ നിങ്ങളുടെ ഹീറോ എവിടെ പോയി? യുദ്ധം നടക്കുന്ന ആദ്യത്തെ ദിവസം തന്നെ എന്തുവാ ഹീറോ മണ്ണിനടിയിൽ എന്ത് ചെയ്തു? ഭൂലോക ദുരന്തമായിട്ട് മാറി. എന്നിട്ട് വന്നിട്ട് കരയുക, എവിടാ എന്റെ ഹീറോ എന്ന് പറഞ്ഞിട്ട്. എടാ പോടാ വിവരം കെട്ടവന്മാരെ. നിന്റെയൊക്കെ കരച്ചിൽ കാണാനും ഒരു രസമുണ്ട് കമന്റ് ബോക്സിനകത്ത്. ഇങ്ങനെയൊക്കെ വന്നിരുന്ന് കാരമക്കളെ, അതൊക്കെ കേൾക്കാൻ ഒരു സുഖമാണ് ഞങ്ങൾക്ക്. മനസ്സിലായോ? സംഖ്യകൾക്കെല്ലാം ശരിയാകും. സംഖ്യകൾക്ക് ഞങ്ങൾക്കെല്ലാം സന്തോഷമാ നിങ്ങളിങ്ങനെ കരയുന്നത് കാണാൻ. തകരാർ ഉമ്മയ്ക്കാണ് പോയി ചോദിക്കാവുന്നോ? അജീബി അബ്ദു ധൈര്യമായിട്ട് പോയി ഉമ്മയോട് തകരാർ ചോദിച്ചു തീർത്തോ? മനസ്സിലായോ? നിന്റെ ഉമ്മേന്റെ അടുത്ത് പോയിട്ട് എന്തോ ഒരു തകരാർ എവിടെയോ ഉണ്ടല്ലോ, അത് പോയി തീർത്തോ. ഒരു കുഴപ്പമില്ല മോനെ, ചെല്ല്. സമയം കളയാതെ വേഗം ചെന്ന് അതിനകത്തൊക്കെ ഒരു പരിഹാരം വരുത്താൻ നോക്ക്. അല്ലാതെ സമയം കളയല്ലേ. ഇവിടെ നിന്ന് വെറുതെ സമയം കളഞ്ഞ് എന്തുവാ സമാധാനക്കേട് ഉണ്ടാക്കരുത് കേട്ടോ. സമയം വെറുതെ കളയരുത്. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, നാളത്തെ നാളെയല്ലല്ലോ 9-ാം തീയതി ഇലക്ഷൻ നിങ്ങൾക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ദിവസമാണ്. താമരയുടെ ശക്തി, BJPയുടെ ശക്തി കേരളത്തിൽ എന്താണെന്ന് പറഞ്ഞ് ഈ സുടുക്കളെല്ലാം ഒന്ന് കാണിക്കണം. പറഞ്ഞ മനസ്സിലായോ? പല സ്ഥലങ്ങളിലും 2-ാം സ്ഥാനത്ത് എന്ത് ചെയ്യും? വരും. എപ്പോഴും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മാധ്യമങ്ങളെല്ലാം ഇനി പറഞ്ഞു തുടങ്ങണം. കമ്മ്യൂണിസ്റ്റ് BJP, UDF BJP, കമ്മ്യൂണിസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ BJP, പിന്നെ UDF കഴിഞ്ഞാലോ ഇന്ന മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് BJP, ഇന്ന മണ്ഡലത്തിൽ UDF BJP എന്നേ പറയാൻ ഇനി വിധിയുള്ളൂ മാധ്യമങ്ങൾക്ക്. മനസ്സിലായോ? നാസർ അയനി, നിനക്ക് നാണമില്ലേടി ഇത്ര ഹീനവും മ്ലേച്ഛവുമായ രീതിയിൽ സംസാരിക്കാൻ? കോയമാരോട് പിന്നെ ഇത് എങ്ങനെ സംസാരിക്കണമെന്നാണാ പറയുന്നത്? നാസർ അയനി കോയമാരോട് എങ്ങനെ സംസാരിക്കണം? നാണവും മാനവും ഹീനവും ഇല്ലാതെ എഴുതി തള്ളുന്ന കോയമാരോട് പിന്നെ എങ്ങനെ സംസാരിക്കണം? നിന്റെ ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് നിന്റെ ഉമ്മയുടെ പൂവും കായും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിംഗപ്പൂറും മണിപ്പൂറൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നീ നിന്റെ ഉമ്മയുടെ പർദ്ദ ഊരി സിംഗപ്പൂറും മണിക്കൂറൊക്കെ എടുത്ത് കൊടുക്കുവോ ചോദിക്കുന്നവനൊക്കെ?
നാണവും മാനവും ഇല്ല, ഒന്ന് ഹീനമായിട്ട് പറയാൻ പാടില്ല. അയ്യോ എന്റെ ഉമ്മയുടെ സിംഗപ്പൂറും മണിപ്പൂറും മാത്രമാണല്ലോ അവൻ ചോദിക്കുന്നത്, അതുകൊണ്ട് എന്റെ ഉമ്മയുടെ സിംഗപ്പൂറും മണിപ്പൂറും പർദ്ദ ഊറി കാണിച്ചു കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നീ അങ്ങ് കൊടുക്കാൻ പോണില്ലല്ലോ. അങ്ങനെ കൊടുക്കുന്നവനാണെങ്കിൽ വളരെ സന്തോഷം, നിന്റെ സ്വഭാവമല്ല എനിക്കെന്നും കൂട്ടിയാൽ മതി. ഇത്ര ഹീനമായിട്ട് നല്ലപോലെ മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ സിംഗപ്പൂറും മണിപ്പൂറും ഒക്കെ ചോദിക്കുന്നവന്മാരോട് സർജാപൂർ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ഉമ്മാന്റെ സർജാപൂർ എടുത്തു വെച്ചിട്ടങ്ങ് തീർത്തു കൊടുക്കും. അത്രയേ ഉള്ളൂ. പറഞ്ഞ പിടി കിട്ടിയോ? ഇനിയിപ്പോ സിംഗപ്പൂറും മണിപ്പൂറും സർജാപൂർ എന്നൊക്കെ പറഞ്ഞത് വല്ലതും നിങ്ങൾക്ക് വല്ല തെറിയായിട്ട് വല്ലതും തോന്നിയിട്ടുണ്ടോ? വല്ലതും തോന്നിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞപ്പം? ഓ അങ്ങനെ പറഞ്ഞതിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവന്മാര് പറയുന്ന ഭാഷയിൽ പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അങ്ങ് ഇറങ്ങിയിരിക്കുക. അതുകൊണ്ട് ആയത്തുള്ള അലി പൂമേനി കൊതമേനി ആയത്തുള്ള അലി കൊതമേനി ഇന്നില്ലാഹ് ഇനിയില്ലാത് അല്ലന്തുല്ലാഹ് അലവലാതി ശല്യം. അതുകൊണ്ട് പ്രത്യേകിച്ചും കേരളത്തിലെ നാളെയാണ് നറുക്കെടുപ്പ് എന്ന് പറഞ്ഞ കണക്ക് ഞാൻ അടുത്ത ലൈവ് വരുന്നുണ്ട്. നറുക്കെടുപ്പിന്റെ തലേ ദിവസം, ഇലക്ഷന്റെ തലേ ദിവസം ഒന്നുകൂടി എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കാൻ. നറുക്കെടുപ്പ് നാളെയാണ് നറുക്കെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ സംഘമിത്രങ്ങളെ ശക്തി തെളിയിക്കുവിൻ. എന്നെ സംഘടി എന്നൊക്കെയാ വിളിക്കുന്നത്. ക്രിസംഗി നിങ്ങൾ എന്നെ എന്തോ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ കണക്ക് യാതൊരു BJP കാരനുമായിട്ട് യാതൊരു വിധത്തിലും ഒരു സംസാരം നടത്തിയിട്ടില്ല. ഞാനൊരു BJP കാരി, ഞാൻ കോൺഗ്രസ്സുകാരി ആയിരുന്നു. എനിക്ക് വോട്ടിട്ട കാലം മുതൽ ഞാൻ കോൺഗ്രസിന് വോട്ടിട്ടുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള ഞാൻ ഇന്ന് BJPക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ BJP കാരി ആയതുകൊണ്ടല്ല. അതാണ് ശരി എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എന്നെ സംഗണി എന്ന് വിളിക്കുന്നവരോട് പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംഗണിയായിരുന്നു, ക്രിസംഗിയാകുന്നു. എവിടെയാണെങ്കിലും ഞാനത് പറയാൻ എനിക്കൊരു മടിയുമില്ല. ക്രിസംഗി എന്നാരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോടെ പറയണം, അതേടാ ഞാൻ ക്രിസംഗിയ. അതെ, പിന്നെ വല്ല കുഴപ്പമുണ്ടോ? നിനക്ക് സുഡാപ്പി എന്നുള്ള പേര് വലിയ അഭിമാനമാണെങ്കിൽ എനിക്ക് ക്രിസംഗി എന്നുള്ള പേര് അഭിമാനമാണ്. കാരണം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് സംഘികളാണെങ്കിൽ ആ സംഘികളുടെ പേര് ചുമക്കുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല. ഇപ്പൊ പിടികിട്ടിയോ? എന്റെ രാജ്യമായ, എന്റെ സഹോദരങ്ങളായ, എന്റെ ഇസ്രായേൽ സഹോദരങ്ങളെ, എന്റെ ഇസ്രായേൽ മക്കളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് സംഘികളാണെങ്കിൽ ആ സംഘികളുടെ പേരിൽ അഭിമാനിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. അതുകൊണ്ട് എന്നെ ക്രിസംഗിയെന്നോ സംഘിണിയെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ. ഞാൻ സംഘിയാണ്, ക്രിസംഗിയാണ്. മനസ്സിലാകുന്നുണ്ടോ? അഷറഫ് കുന്നത്തെ അതൊക്കെ ചോദിക്കണമെന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വന്ന് ചോദിക്കണ്ടേ അഷറഫേ? തന്തയ്ക്ക് പറക്കാത്തവനെ പോലെ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ ഇട്ട് വന്നിട്ട് ഫേക്ക് ID ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ധൈര്യമില്ലാതെ ചോദിക്കുമ്പോൾ നിനക്ക് അത് ചെയ്തു തരുന്നതിൽ തെറ്റല്ലേ അഷറഫേ? ഈ ഇവന്മാരുടെ തന്റെ ഇടമൊക്കെ എവിടെ പോയിരിക്കുന്നത്? പേടിച്ചൂറികളാ. പ്രത്യേകിച്ച് എന്നെ കാണുമ്പോഴേ ഇവന്മാര് കാലിനിടയിൽ കൂടി മൂത്രം ഒഴിക്കും. പിന്നെയാ ഞാനും ഒരു കോൺഗ്രസ് ആയിരുന്നു, ഇപ്പോൾ ഗാൻഗ്രസ് ആയതുകൊണ്ട് ഞാൻ മാറി രജിത്ത്. അതെ, ഏറ്റവും കൂടുതൽ കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റിൽ നിന്നും ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്നത്. സായി അണ്ണ, സാജണ്ണ, എന്റെ പൊന്നു ചേച്ചി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചീത്ത പറയുന്നത്? അത് ശരി. അപ്പൊ ഇവന്മാർ എഴുതുന്നൊന്നും ഈ കമന്റ് ബോക്സിൽ കണ്ടില്ലേ, വായിച്ചില്ലേ? എന്റെ പൊന്നു മോനെ, കമന്റ് ബോക്സ് ഒക്കെ ഒന്നിരുന്നു നോക്കടാ, നോക്ക് അതിനകത്തോട്ട് നോക്ക്. ഇവന്മാര് എഴുതുന്നതൊക്കെ എന്താണെന്ന് പറഞ്ഞ് നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാകും എന്തിനാ ചേച്ചി ഇങ്ങനെ പറയണേന്ന്. ഇപ്പൊ പിടികിട്ടിയോ? അപ്പൊ ശരി, മുമ്പ് കിടന്ന് ഉറങ്ങ്, ചെല്ല്. കുഞ്ഞുകുട്ടി വാവകളെല്ലാം തന്നെ, ഹാർട്ട് അറ്റാക്ക് ഉള്ളവർ, കുഞ്ഞുകുട്ടി വാവകൾ എല്ലാവരും തന്നെ വീട്ടിൽ പോയി കിടന്നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. ഇതൊക്കെ ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ള, സാമാന്യ ബോധമുള്ള, സമൂഹത്തിൽ എന്ത് നടക്കുന്നു മനസ്സിലാക്കുന്ന, പ്രതിരോധ ശക്തി ആർജിച്ചെടുത്ത സാധാരണക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അതുകൊണ്ട് സമാധാനത്തോടെ പോയിരിക്കും, എല്ലാവരും കിടന്ന് ഉറങ്ങ് സമാധാനത്തോടെ. അപ്പം നമുക്ക് അടുത്ത ലൈവ് നമുക്ക് എന്ത് ചെയ്യാം,
നമുക്ക് ഇലക്ഷന്റെ തൊട്ട് മുന്നേ വരാം. നാളെയാണ് ഭാഗ്യക്കുറി എന്ന് പറയുന്നത് പോലെ നമുക്ക് അപ്പ വരാം. ഓക്കെ, അപ്പൊ ബുദ്ധിയുള്ളവരാകുക, നാടിനെ രക്ഷിക്കാൻ എല്ലാവരും ഓരോരുത്തരും ഓരോ സോൾജർ ആകുക. ആ സോൾജർ പടക്കലത്തിൽ യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്ന സമയത്ത് അവരുടെ ആയുധം എന്ന് പറയുന്നത് നിങ്ങളുടെ വോട്ട് ബാലറ്റാണ്. അതിനെ നിങ്ങൾ അതിനായി തക്കത്തിൽ ഉപയോഗിക്കുക. നിങ്ങളുടെ വോട്ട് ബാലറ്റാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആയുധം. യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള പോരാട്ട വീര്യത്തോടു കൂടി വേണം നിങ്ങൾ പോകാൻ. കാരണം സാത്താനോട് പടവെട്ടുന്നത് പോലെ തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ രാജ്യത്തെ ഒറ്റുതിന്ന ഒറ്റുകാരന്മാരിൽ നിന്നും രാജ്യത്തെ രക്ഷിച്ചെടുക്കുക എന്ന് പറയുന്നത്. ജസീറൊക്കെ സ്വന്തം പ്രൊഫൈൽ ഇട്ടിട്ട് വാ ജസീറെ. നിങ്ങൾക്ക് എന്നോട് എന്തു വേണമെങ്കിലും ഇവിടെ എഴുതാം. നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം. അത് വിവരമില്ലാത്ത പല ആൾക്കാരും പലതും പറയും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. അയ്യോ അങ്ങനെ ഒന്നും പറയരുത് സാജണ്ണ. നോ സാജണ്ണൻ ശിഖണ്ഡിയാണെന്ന് പറഞ്ഞ് എനിക്കെങ്ങനെ പറ്റുമോ? എന്റെ മുഖത്ത് നോക്കി ഞാൻ ലൈവിലിരിക്കുമ്പോൾ എന്റെ ലൈവിൽ ഇങ്ങനെ കമന്റ് ഇങ്ങനെ എഴുതി തെളിഞ്ഞു വരുന്നത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, അയ്യോ അവന്റെ കാര്യം കട്ടപ്പോകയാ. മനസ്സിലായോ? തിരിച്ചു പറഞ്ഞ് പ്രതിരോധിക്കുന്നതിന് ഞാനൊരുത്തരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെന്റെ അഭിമാനത്തെ നശിപ്പിക്കത്തുമില്ല. എനിക്ക് ഒരു മണ്ണാങ്കട്ടയും സംഭവിക്കാൻ പോണില്ല അതിന്. അങ്ങനെ തിരിച്ച് ഞാൻ മറുപടി കൊടുത്തതിന്റെ പേരില് പറഞ്ഞ മനസ്സിലായോ? ഒരുത്തൻ വഴിയിലിട്ടൊരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുമ്പോൾ അവനെ അണ്ടി പിടിച്ചെടുത്ത് ഒടിച്ചു കൊടുത്താലേ ആ പെണ്ണിന് അവിടെ നിന്ന് രക്ഷയുള്ളെങ്കിൽ അവൾ അത് പിടിച്ചൊടിക്കണമല്ല. നാട്ടുകാർ ചിലപ്പം അയ്യോ അവിടെ പിടിച്ചൊടിച്ചു എന്ന് പറഞ്ഞ് വാർത്തകളിൽ പറഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ബലാത്സംഗം ചെയ്യാനും കുഴപ്പമില്ല, ഞാൻ ഇവിടെ കിടന്നതോളാ എന്ന് പറഞ്ഞ് കിടക്കാൻ പറ്റുമോ? തലച്ചോറുള്ളവരെ പോലെ ബോധമുള്ളവരെ പോലെ സംസാരിക്കാനൊക്കെ പഠിക്കുക കേട്ടോ. പ്രതിരോധിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പ്രതിരോധം എങ്ങനെ ചെയ്യണം എന്നുള്ളത് പ്രത്യേകിച്ചും പഠിച്ചിരിക്കുക, മനസ്സിലാക്കുക. അവൻ തീട്ടമാണ് കൊണ്ടിറങ്ങി ഇറങ്ങാൻ വരുന്നതെങ്കിൽ എല്ലാ തീട്ടവും മേടിച്ചിട്ട് നന്മ നീറന്നവൾ മേരി എന്ന് പറഞ്ഞ് അടിയും വാങ്ങിച്ചോണ്ടിരിക്കാൻ എന്നെ കിട്ടത്തില്ല. തീട്ടമാണ് കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കിയാൽ ആ തീട്ടം കവർ കൊണ്ടാണെങ്കിലും പിടിച്ചിട്ട് അവനെ എണ്ണാക്കിനകത്തോട് തിരികെ കൊടുക്കാൻ എനിക്കൊരു മടിയുമില്ല, എനിക്കൊരു നാണക്കില്ല. കൈ നാറത്തല്ലേ ഉള്ളൂ, ഞാൻ പോയി കഴുകിക്കോളാം. ദേഹം മൊത്തം നാറാൻ നിൽക്കണ്ടല്ലോ. ഓക്കെ, അപ്പൊ ശരി പ്രിയ സഹോദരങ്ങളെ. നാസർ അയനി, അതെ നിന്നെ കേൾക്കണമെങ്കിൽ പ്രത്യേകം പരിശീലനം വേണ്ടി വരും. അതെ മനസ്സിലായല്ലോ. എന്നാ ഓട്, കണ്ടം വഴി 4 റൗണ്ട് ഓടിക്കോ, പരിശീലനമൊക്കെ എടുത്തിട്ട് വാ ചെല്ല്. ഓക്കെ, ഇവിടെ നിന്ന് കൂടുതൽ നേരം നിന്ന് കേൾക്കാതെ ഓടിപ്പോയി കളരിയിലോ എവിടെയെങ്കിലും പോയി പരിശീലനമൊക്കെ എടുത്തിട്ട് പതുക്കെ വന്നാൽ മതി. ഓക്കെ, അപ്പൊ ശരി, വണ്ടി വിട്. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ലഹിത്രോത്ത്, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. നമ്മുടെ ഇലക്ഷനൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് തീരട്ടെ. അല്ലെങ്കിൽ ഇവന്മാരെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ കടന്ന കൂട്ടങ്ങളെ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് പറയാനുള്ള കാര്യങ്ങളെ സീരിയസ് ആയിട്ട് പറയാൻ വിടത്തില്ല. ഓക്കെ, ശരി എന്നാ പ്രിയ സഹോദരങ്ങളെ.